എന്താ ബിസിനസിന്റെ അവസ്ഥ? ബിസിനസ് അടിപൊളിയാ. എന്താ നിങ്ങളെ അവസ്ഥ? വളരെ നല്ല അവസ്ഥ. ബിസിനസ് ഞാൻ ഇതുവരെ കണ്ട ഒറ്റ മനുഷ്യനും പഠിച്ച പണി ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ലൈഫിൽ ഭയങ്കര ലക്ക് കിട്ടിയാണ്. അവിടുന്ന് പോലെ യാത്ര ചെയ്യാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും, നോർത്ത് ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഇങ്ങനെ യാത്ര, കണ്ടിന്യൂസ് യാത്രയാണ്. എന്നെ ആർക്കും അറിയില്ല, എനിക്കൊരു ഐഡന്റിറ്റി ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലൈൻറ്റ് അടുത്ത് പോകും. പക്ഷെ ഇതിലിപ്പോൾ ഒരു 100 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ 100 ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കറക്റ്റ്. ഈ കോഫൗണ്ടർ ആയിട്ടില്ല. ഓക്കെ ഓക്കെ, അവിടുന്ന് കേറില്ല. അപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ഷാനെ ഫോക്കസ് ചെയ്യണം പറയും. ഞാൻ ഫോക്കസ് ചെയ്തു പ്രോബ്ലത്തിന്റെ മുകളിൽ. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം 10 വെർട്ടിക്കൽ ഉണ്ട്. ഓരോ വെർട്ടിക്കലും 10 ആൾക്കാർ വെച്ചാൽ 100 ആൾക്കാരെ. കറക്റ്റ്. അപ്പൊ ആ 100 ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവരും എല്ലാ ദിവസവും കാണാൻ പറ്റുമോ? ഇല്ല. പരിചയം നന്നായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടാവും? ഇല്ല. ഇതുപോലെ ഒരു സ്പേസിൽ വന്ന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എംപ്ലോയീസ് ആർ യുവർ ഫസ്റ്റ് കസ്റ്റമേഴ്സ്. Okay, if you're not able to satisfy them, you cannot sell anything. From 1 to 100 you sell the company. Your team members start selling the product, right? നമ്മുടെ ഫേവറേറ്റ്സ് ഉണ്ടാവും. അതെ. നമ്മൾ സാധനം ബിസിനസ്സിലില്ല. ഇവിടെ 10 സാധനം ഉണ്ട്. അതെ. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ഇത് വൈബിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിർത്തണം. നിങ്ങള് 2 കുട്ടികളുടെ ഫാദറാണ്. നിങ്ങൾക്ക് ഒരാളത്തും പോയിട്ട് ആ കുട്ടികളെ എൻ്റെ അടുത്ത് മതി തന്നെ പറയാൻ പറ്റില്ല. വെറും ഗ്രോത്ത് മാത്രമായിട്ട് ആയി കഴിഞ്ഞാൽ വീഴുമ്പോൾ ഒറ്റ അടിയാണ് വീഴും. ഇത് വീഴുമ്പോൾ ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ആംസ്റ്റർമീലിലാണ്. അതെല്ലാവരുമാണ്, അതിലൊരു സംശയമില്ല. $1 മില്യൺ ജോലിയിട്ടാണ് $1 മില്യൺ ഉണ്ടാക്കുക. അതൊക്കെ ഇതിനെതിരാ. അപ്പോൾ ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ വൈ യു നീഡ് 10 കമ്പനീസ്? അത്രയും ചീപ്പാണല്ലോ ആർട്ടിസ്റ്റ് എനിക്ക്. യു ഡോണ്ട് നീഡ് 10 കമ്പനീസ് ടു മേക്ക് 10 lakh. അത് നല്ല മാങ്ങ ഉണ്ടാവുന്ന മാവാണെങ്കിലും പെരേൻ്റെ മുകളാണെങ്കിൽ വിട്ടുക. എന്താ ബിസിനസിന്റെ അവസ്ഥ? ബിസിനസ് അടിപൊളിയാ. എന്താ നിങ്ങളെ അവസ്ഥ? വളരെ നല്ല അവസ്ഥ. ബിസിനസ് ഒരു സംഭവം അല്ലേ? ഉറപ്പായിട്ടും ഭയങ്കര സംഭവമല്ലേ. ഞാനേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങിയ ഇമ്മാതിരി വലിയ ചൊറയിലാ പോയി വിടാന്ന് ഒരിക്കലും പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്കിപ്പോ അതൊരു പ്രോബ്ലം ആയോ? ഇമാരി വേൾഡ് കണ്ട ചെറുമാരി പ്രോബ്ലം. ജോലി ചെയ്യുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. സാലറി വാങ്ങിക്കുക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, വീണ്ടും വന്ന് സാലറി ഒക്കെ ജോലി ചെയ്യുക, വീട്ടിൽ പോവുക. ഇത് ചൊറ. ബിസിനസ് ഞാൻ വിചാരിച്ചു 0 to 1 പോയാൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാന്ന് വിചാരിച്ചു. ഇതിലും വലിയൊരു തൊല്ല. എൻ്റെ അമ്മേ, എന്തൊക്കെ പ്രശ്നങ്ങളാ. എംപ്ലോയീസിനെ നോക്കണം, അവർക്ക് സാലറി കൊടുക്കണം, ക്ലയൻസിൻ്റെ ചീത്ത കേൾക്കണം, ലോകത്തിലെ എല്ലാ കൺസൾട്ടൻസിനും പോയി കാണണം, എന്നാലോ ഫൗണ്ടർക്ക് സാലറി ഉണ്ടോ? അപ്പൊ ടെക്നിക്കലി നിങ്ങളിത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയിട്ട് നിങ്ങളൊരു വള്ളി വലിച്ചു വെച്ച്. കാരണം നേർക്ക് ഒരു ഫ്രീലാൻസ് ക്ലയൻറ്റ് എനിക്കുണ്ടായിരുന്നു. ആ ഫ്രീലാൻസ് ക്ലയൻറ്റ് നല്ല പൈസ തരുന്നുണ്ടായിരുന്നു. അത് വെച്ചാണ് ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പം അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ നനഞ്ഞു. ഇനി ഉള്ള ചോദ്യം നിങ്ങൾക്ക് കുളിക്കണോ അല്ല തിരിച്ചു പോകണോ എന്നുള്ളത്, തിരിച്ചു കയറണോ എന്നില്ല അല്ലേ? യെസ്. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ട്, തിരിച്ചു പോകാൻ എപ്പോഴും ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നനഞ്ഞ് കുളിച്ച് വേറൊരു ഷേപ്പിലേക്ക് എത്തുക എന്നുള്ള ജേണിയാണ് ഏറ്റവും എക്സൈറ്റിങ്. അപ്പം സംഭവം അങ്ങോട്ട് നീന്തി കിടക്കണോ അല്ലെങ്കിൽ ചാടാണ്ടിരിക്കണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അല്ല, അതിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ അപ്പറ്റൈറ്റ് എന്താന്നുള്ളതാണ്, നിങ്ങളുടെ പർപ്പസ് എന്താന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അപ്പുറം പോവാം അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ജീവിക്കാം. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേൾഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഇവിടുന്ന് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇത് പോവണോ അല്ലെങ്കിൽ പലതും സംഭവിക്കും, പല ഓബ്സ്റ്റക്കിൾസും ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ
അത് നിങ്ങളുടെ പർപ്പസാണ്. നിങ്ങളുടെ ലൈഫ് ആസ് എൻ ഓൺടർപ്രണർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെ എത്തണോ അതിന് ഇതൊരു പാത്താവുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടൂൾ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. പ്രശ്നം എനിക്ക് എവിടെ എത്തണോന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അതെ, അപ്പോൾ അതിൽ ആദ്യം വേണ്ട ക്ലാരിറ്റി അതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഇ-കോമേഴ്സ് എനിക്കൊന്ന് ഈ ഒരു ഹോൾ പ്ലാറ്റ്ഫോം ഒരു 5-6 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ്. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അതിനെ സ്ലോലി ബിൽഡ് ചെയ്തു, വളരെ ഓർഗാനിക്കലി ബിൽഡ് ചെയ്തു. കറക്റ്റ്. ബിസിനസ് ആക്കി ബിൽഡ് ചെയ്തതല്ല. അതായത് നിങ്ങൾ നേരെ പറഞ്ഞ പോലെ ആളുകൾ പ്രോബ്ലംസ് പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുത്തു. അതെ. പക്ഷെ ആ പ്രോസസ്സിൽ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ ആളുകളെ കൂട്ടി. കറക്റ്റ്. അപ്പോൾ ഇപ്പം നിങ്ങളൊരു 10 ആൾക്കാരുള്ള ഒരു ടീമായി മാറി. കറക്റ്റ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ അടി നോക്കിയാൽ മതിയായിരുന്നു, നീന്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നീന്തിയാൽ മതി. ഇനി 10 ആൾക്കാരും കൂടി അക്കരെ എത്തിക്കാൻ ആദ്യം എത്തിച്ചിട്ട് വേണം എനിക്ക് അടത്താൻ. അപ്പോൾ അതാണ് എല്ലാ ചാലഞ്ചും. അപ്പോൾ ആ ജേണി ഇനി ക്ലാരിറ്റിയിൽ യാത്ര ചെയ്യണം. നിങ്ങൾ ഇതിന് തീരത്തെത്തി, ഇനി ഇത് ക്ലാരിറ്റിയിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ഒബ്സ്റ്റക്കിളുകളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി. അപ്പോൾ ഈ കൂടെയുള്ളവരെ കൂടെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കും. കറക്റ്റ്. അറിയാതെ ഏറ്റെടുത്തു പോയി. അപ്പോൾ അത് ഇനി ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആ യാത്ര പോവാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ. അതിന് മുമ്പ് നിങ്ങളെ പറ്റി പറഞ്ഞോണ്ടാ, സോ ദാറ്റ് അവർ ഓഡിയൻസ് ആൾസോ നോസ് നിന്റെ പ്രോബ്ലം സോൾവ് ആകുമ്പോൾ ഓഡിയൻസിന്റെ പ്രോബ്ലം സോൾവ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള കോൺവെർസേഷനിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും, എനിക്ക് അങ്ങനെ ഭയങ്കര ഞാനൊരു എക്സ്ട്രാവേർട്ട് അല്ല, ഞാനൊരു ആംബിവേർട്ടാണ്. അപ്പോൾ നമുക്ക് നിന്ന് സംസാരിച്ചാലോ? ഓക്കെ. ക്യാമറ കൂടെ ചാടിക്കോളൂ. ഞാനൊരു ആംബിവേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനുള്ള കുറെ കൂടി ചോദ്യങ്ങളും ഭയങ്കര ഷാർപ്പായിട്ടും ഷോർട്ടായിട്ടൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കാം. അപ്പം എനിക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അറിയണ്ട, ആദ്യം നിങ്ങളെ പറ്റി എന്നെ കുറിച്ച്. ശരി, എന്നെ കുറിച്ച് ഞാൻ ബേസിക്കലി വളരെ മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് വളർന്ന കണ്ണൂരിൽ നിന്നാണ് എൻ്റെ വരവ്. പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ജീവിതത്തിൽ ഇതുവരെ അതിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. വെരി ഗുഡ്. പിന്നെ ഞാൻ ഇതുവരെ കണ്ട ഒറ്റ മനുഷ്യനും പഠിച്ച പണി ചെയ്തിട്ടില്ല. ആകെ ഡോക്ടർമാർ മാത്രമേ ചെയ്യണ്ടോ, കൂടുതൽ പഠിച്ചു അതിന്റെ പ്രശ്നം. അപ്പോൾ പക്ഷെ എനിക്ക് ഭയങ്കര ലൈഫിൽ ഭയങ്കര ലക്ക് കിട്ടിയ ആളാണ് ഞാൻ. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന യുനെസ്കോന്റെ കൂടെയാണ്. ഞാൻ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും യാത്ര ചെയ്തു, വിദേശത്ത് കുറേ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. ആദ്യത്തെ എൻ്റെ കരിയറിലെ 4 വർഷം 10 മാസം ഞാൻ യുനെസ്കോയുടെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നു. എന്ത് പ്രൊജക്റ്റ്? അപ്പോൾ യുനെസ്കോയ്ക്ക് ഒരുപാട് സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യയിലും ഇന്ത്യക്കകത്തും പുറത്തും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിലിപ്പൈൻസിൽ മക്കാത്തി എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. മക്കാത്തി എന്ന് പറയുന്ന സിറ്റീനെ വേൾഡ് ഹെറിറ്റേജ് സിറ്റി ആക്കിയിട്ട് അംഗീകരിച്ച ആ ടീമിൽ ഒരു മെമ്പറായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ സോഷ്യൽ പ്രൊജക്റ്റുകളാണ്. പക്ഷെ അതിൽ എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 10,000-ഓളം ഇൻ്റർനാഷണൽസിൻ്റെ കൂടെ ഏകദേശം ഒരു 130ഓളം രാജ്യങ്ങളിലെ ആളുകളുടെ കൂടെ ആ സമയത്തും വിവിധ പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്തു. അതും 18 വയസ്സ് മുതൽ ഒരു 60 വയസ്സുള്ള ആളുകളുടെ കൂടെ. അല്ല, നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ഭയങ്കര ആക്സിഡന്റിൽ എത്തിയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പിന്നെ ഇത് പഠിച്ചിട്ട് എനിക്കിത് വേണ്ടല്ലോ, ഈ പരിപാടി വേണ്ട, കമ്പ്യൂട്ടർ സയൻസ് വേണ്ട. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാതിരിക്കുന്ന സമയത്താണ് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. അവിടുന്ന് അവരോട് സംസാരിച്ച് അവർ ത്രൂ ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഇന്ത്യയിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം മൂപ്പരെ പരിചയപ്പെടുന്നതും അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് ആദ്യമായിട്ട് പോകുന്നു. ബാംഗ്ലൂരിൽ അവരുടെ ഓഫീസിൽ ഇരിക്കുന്നു. അങ്ങനെ അവിടെ കൂടെ മൂപ്പരോട് പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം ഞാൻ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ പിന്നെ ക്ലാസ് ലീഡറും സ്കൂൾ ലീഡറും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി എത്തിയ സമയത്ത് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി. എല്ലാം നാട്ടിൽ പഠിച്ച വളരെ എല്ലാം ടിപ്പിക്കൽ പരിപാടി. അപ്പം അത് കഴിഞ്ഞ് ഇവിടുന്ന് ഡയറക്റ്റ്ലി ഒരു ബാംഗ്ലൂർ എക്സ്പോഷറിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അവിടുന്ന് പോലെ യാത്ര ചെയ്യാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും, നോർത്ത് ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഇങ്ങനെ കണ്ടിന്യൂസ് യാത്രയാണ്. അതായത് ഓരോ മാസം, ഇപ്പോൾ ഒരു മാസം ഹിമാചൽ പ്രദേശിലാണെങ്കിൽ അടുത്ത മാസം പോണ്ടിച്ചേരി, അടുത്ത മാസം ഗുജറാത്തിൽ, അടുത്ത മാസം മേ ബി കൊൽക്കത്തയിൽ, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൽ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അത് പണ്ട് അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ അറിയണമെങ്കിൽ ഒരു നല്ലൊരാളെ ഫിലിം മേക്കർ ആവണമെങ്കിൽ ട്രാവൽ ചെയ്യണം. അതേപോലത്തെ ഒരു മൂഡ്. അങ്ങനെ 4 വർഷം 10 മാസം ട്രാവൽ ചെയ്തു. ആ ട്രാവലിങ്ങിൽ കുറേ ആളുകളെ മീറ്റ് ചെയ്തു, ഇങ്ങനെ എക്സ്പീരിയൻസ് ആയി. പിന്നീട് ഞാൻ ഒരു ഡിപ്ലോമ ഇൻ എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തു. ഡിപ്ലോമ ഇൻ എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസസ്. ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് ഒരു എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കും, ഹൗ ലേണിംഗ് ഹാപ്പൻസ്. ഇത് വിശ്വാസ് പർച്ചർ എന്ന് പറയുന്ന പൂനെയിലെ ഒരു മൂപ്പര അണ്ടറിലൊരു യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. ഓക്കെ. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയി.
ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ കൂടി ആളുകളുടെ ഗ്രോത്ത് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ 1-2 ഓർഗനൈസേഷൻസ് കൂടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. പ്യൂർലി ഓൺ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. ഇപ്പൊ അവിടെ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അണ്ടർ-19 അവരെ കോച്ച് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറേ സാധനങ്ങളിൽ ഇൻവോൾവ് ആയി. അങ്ങനത്തെ ഓർഗനൈസേഷൻസിന് കൂടെ വർക്ക് ചെയ്തു. ലേണിംഗ് ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തു. കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്തു. അപ്പോൾ അവിടുന്ന് ഞാൻ കുറേ ഈ കോർപ്പറേറ്റിൽ തന്നെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്യണം എന്നുള്ള കുറേ ആൾക്കാരെ കണ്ടുപിട്ടി. അവർക്കൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, അങ്ങനെ ഹെൽപ്പ് ചെയ്തു. അവിടുന്നാണ് ഞാൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ IIM കാശിപൂരിൽ പോയിട്ട് സ്ട്രാറ്റജി മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് വെറുതെ ചെയ്തു. എത്ര മാസത്തെ കോഴ്സ്? അത് 9 മാസത്തെ. അത് ചെയ്ത് കഴിയുമ്പോൾ കോവിഡ് ഹിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ബാംഗ്ലൂരൊക്കെ വിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലോലി ഇവിടെ ചെറിയ സ്റ്റാർട്ടപ്പിന് എനിക്ക് ഇവിടെ ഓവറായിട്ടില്ല ശരിക്കും. ആ സമയത്ത് എനിക്ക് ഇന്ത്യയിൽ ഇങ്ങനെ കുറേ യാത്ര ചെയ്തെന്ന് പറയുമ്പോഴും കേരളത്തിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ലിമിറ്റഡ് നോളജേ ഉള്ളൂ, സ്ഥലങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ വഴികളൊക്കെ. അപ്പം അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ കാലിക്കറ്റിൽ, കണ്ണൂരാണ് വീടെങ്കിലും അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാന്ന് തോന്നുന്നുണ്ട് കാലിക്കറ്റിലേക്ക് വന്നു. കാലിക്കറ്റിൽ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോഴും എൻ്റെ ഐഡിയോളജി ഓഫ് കൺസൾട്ടിങ് ഭയങ്കര ഡിഫറെന്റ്. അന്ന് ആളുകളൊക്കെ വീണാൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആലോചിക്കുക. അത് നന്നാവും. നിങ്ങൾ വീണതും നിങ്ങളെ ഞാൻ പിടിക്കുന്നതും ഒക്കെയാണ് തലയിൽ പോയത്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് പിന്നെ ഞാൻ ഈ സാധനം പിന്നെ സ്ലോലി വളരെ സ്ലോലി നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എന്നെ ആർക്കും അറിയില്ല, എനിക്കൊരു ഐഡന്റിറ്റി ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലയന്റ് അടുത്ത് പോകും. അപ്പോഴും എൻ്റെ മോഡൽ ഓക്കെ മാക്സിമം ഐ ടേക്ക് 5 ക്ലയൻറ്റ്സ് ഒരു ദിവസം, ഒരു വീക്കിൽ ഒരു ക്ലയന്റ്, ഒരു സ്റ്റാർട്ടപ്പ് ക്ലയന്റ്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കുറേ ആളുകളുടെ അടുത്ത് പോയി പിച്ച് ചെയ്ത് അങ്ങനെ സ്ലോലി തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ക്ലയന്റ് ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു, അവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഓരോ ആളുകളെ കണക്ട് ചെയ്ത് ആണ് ഞാൻ സ്ലോലി വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴും ഇനീഷ്യലി എൻ്റെ ഒരു ഐഡിയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ പ്രോജക്റ്റുകളും സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സാധനങ്ങളിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബിസിനസ്സിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ HR സൈഡ് ആയിക്കോട്ടെ, ടെക് സൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ഒക്കെ ഒരു ടോപ്പ് ലെയറിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്തു. അവർക്ക് ലീഡർഷിപ്പ് കോച്ചിങ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഹോൾ ബിസിനസ്സിനെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ഇൻ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നോട്ട്, ഐ ആം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്, റൈറ്റ്? അപ്പം ഞാനത് ആ ജേർണലിസ്റ്റ് ഐഡിയയെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ എന്തിലാണ് എക്സ്പേർട്ട്? കറക്റ്റ്. അപ്പോൾ പലപ്പോഴും അവിടെ ഞാനൊരു എന്താ പറയുക കോർപ്പറേറ്റ് ട്രെയിനറിന്റെ ഐഡന്റിറ്റി ഒക്കെ ഒരു ഇതുവരെ ഞാൻ സെല് ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിൽ. പക്ഷെ അത് മാറി ഞാൻ ഈ പറയുന്ന കൺസൾട്ടിങ്ങിൽ സ്ലോലി ക്ലയന്റിൽ വന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ക്ലയന്റ് വന്നു, പിന്നെ വേറൊരു ക്ലയന്റ് കൂടെ വന്നു. അവിടുന്ന് ഞങ്ങൾ അവർ ഏകദേശം ആ സമയത്ത് മന്ത്ലി വെറും 12 ലക്ഷം എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്ലയന്റ് ഒറ്റയടിക്ക് 30 ലക്ഷത്തിലേക്ക് എത്തി. എത്ര മാസം? 3 മാസം കൊണ്ട്. 3 മാസം കുത്തിരി പണിയെടുത്തു. കാരണം എനിക്ക് 2 ക്ലയന്റേ ഉള്ളൂ, എനിക്കൊരു ആഴ്ച ഫുള്ളുണ്ട്, ഫുള്ള് ഫോക്കസ്, ഒരു പരിപാടിയില്ല. അതിന് മാത്രം നല്ല വൃത്തിക്ക് പണിയെടുത്ത് അത് നല്ല വൃത്തിക്ക് ജമ്പ് ചെയ്തപ്പോൾ സ്ലോലി അവർ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. ആളുകൾക്ക് വേർഡ് ഓഫ് മൗത്ത് കൊള്ളാം, ആ സാധനം ഈ ചങ്ങായി പണി അറിയാം എന്ന് പറഞ്ഞു. അതങ്ങനെ നല്ലോണം പണിയെടുപ്പിക്കും. നല്ലോണം അല്ല, ഞാൻ യൂഷ്വലി ഭയങ്കര വർക്കഹോളിക്കാ. ഇപ്പം എൻ്റെ ഫേമിന്റെ പേര് TWT എന്നാണ്, ദ വർക്കഹോളിക് ട്രൈബ്. ഓ, അങ്ങനെയാണ് TWT സ്റ്റുഡിയോ. അതെ. അപ്പോൾ ഞാൻ വർക്കഹോളിക് ആണ്, എൻ്റെ കമ്പനിയുടെ പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാച്ചുറലി ഞാനൊരു മേ ബി 10 to 14 hours ഒക്കെ ആവറേജ് മിനിമം വർക്ക് ചെയ്യും ഒരു ദിവസം. നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇനീഷ്യലി. അങ്ങനെ ഇട്ടിട്ട് ക്ലയൻസ് കൂടി വന്നു. അതിനിടയിലാണ് ഇന്റർവെല്ലിൽ ഇതേപോലെ എന്നെ ഒരു കൺസൾട്ടിങ്ങിന് വിളിച്ചതാണ്. അവിടെ പോയി ഇന്റർവെല്ലിൽ ആദ്യത്തെ 3 മാസത്തെ കമ്മിറ്റ്മെന്റിൽ വർക്ക് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ആ സമയത്താണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് നിങ്ങളെ കണ്ടു. അത് കണ്ട് അതോടുകൂടി തീർന്നു. പക്ഷെ അവർ നിങ്ങളെങ്ങനെ പിന്നെ എനിക്ക് ഇവര് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഇവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ ഉള്ളൊരു ഫൗണ്ടറിന് എനിക്ക് ആ സമയത്ത് പരിചയമുണ്ട്. അപ്പൊ ഇവരുടെ സ്റ്റേജ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ റവന്യൂ എനിക്കൊന്ന് 80-85 ലാക്ക് ആ സമയത്ത് ചെയ്യുന്നുണ്ട്.
ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനൊക്കെ പോകുമ്പോഴൊക്കെ അവർ പറയുന്നത് ഭയങ്കര പീപ്പിൾ സാവിയാണ്, ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിജക്ഷൻ. റമീസൊക്കെ ഭയങ്കരമായിട്ട് റിജക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ ആ സമയത്ത് അവർ പ്രോഫിറ്റബിൾ ആയിരുന്നോ ലോസ് മേക്കിംഗ്? അവര് ബേസിക്കലി ഒരു എന്താ പറയുക ബ്രേക്ക് ഈവൻ ആയിട്ട് ഇങ്ങനെ പോകുന്ന സിനാരിയോ. ഫൗണ്ടേഴ്സും സാലറി ഒന്നും വലിയ ഭയങ്കര സാലറി ഒന്നും എടുക്കാത്ത സിനാരിയോ. അപ്പോൾ പക്ഷെ ഇവർക്ക് എന്താ വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് വേണം അടുത്ത സ്കെയിലിങ്ങിന്, അടുത്ത ലെവലിലേക്ക്. അപ്പോൾ ഇവരൊക്കെ റിജക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെയുള്ള എല്ലാ മേജർ ഇൻവെസ്റ്റേഴ്സും നെറ്റ്വർക്കും എല്ലാം റിജക്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതൊന്ന് ഭയങ്കര പീപ്പിൾ സാവിയാണ്, ഇത് സ്ട്രക്ചർ ആക്കിയിട്ട് എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നോക്കുന്നത്. അപ്പോൾ ഒരു 3 month സമയം പറഞ്ഞു. അങ്ങനെ 3 month ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് 2 month എന്നോട് ചോദിച്ചു നിങ്ങൾ ലിറ്ററലി അതാണ്, അതായത് നിങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ഒരാഴ്ച 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ബാക്കി ദിവസം കൂടി ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി കുറെ ക്ലയൻസ് വേറെ ഉണ്ട്. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മന്ത്ലി ഒരു 20 days ഞാൻ കമ്മിറ്റ് ചെയ്യാം, 10 days ഞാൻ ബാക്കി ക്ലയൻസിന് ചെയ്യാം രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒന്നും വീക്കെൻഡ് ഒന്നും എടുക്കല്ല. എന്ത് മനുഷ്യന് ഞാൻ നമ്മൾ അടിച്ചിരിക്കും. എന്റെ ഷെഡ്യൂൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ ആ സമയത്തൊക്കെ ബേസിക്കലി ഇന്റർവെല്ലിൽ രാവിലെ ഒരു 9-9:30 പോയി കഴിഞ്ഞാൽ 5-5:30 6 വരെ ഞാൻ എന്ത് ചെയ്യും, ഇന്റർവെൽ ഉണ്ടാവും. അതിന് നേരെ കാലിക്കറ്റിലേക്ക് പോകും. അവിടെ ഒരു 45 minutes ഡ്രൈവ്. കാലിക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ കാലിക്കറ്റിൽ ഞാൻ പിന്നെ നൈറ്റ് 2 മണി 3 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കിടന്നുറങ്ങി രാവിലെ വീണ്ടും. ഓക്കെ. അത് പക്ഷെ ഞാൻ എപ്പോഴും അതിൽ നിന്ന് കണ്ടിരുന്ന സാധനം വൈ ഐ ഹാവ് ടു പുട്ട് ദിസ് എഫേർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അപ്പൊ അതിന്റെ എപ്പോഴും എൻ്റെ മുമ്പിലുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കം ഫ്രം എ ബാക്ക്ഗ്രൗണ്ട് where I have no business idea. Correct. Right? And I got few years where I really want to learn all this. Okay. So ഞാൻ അങ്ങനെ എഫേർട്ട് ഇടുന്ന സമയത്ത് I was working with about 5 brands. Okay. Okay. ആ 5 brandsൽ എല്ലാം ഡിഫറെന്റ് സെഗ്മെന്റ്, ഡിഫറെന്റ് സ്റ്റൈല്, ഡിഫറെന്റ് ആൾക്കാർ, എല്ലാം ഡിഫറെന്റ്. It's literally like I have 5 companies. Correct. അപ്പോൾ 5 different company, ഒരു നിഷ അല്ല. നിഷ. സോ അത്രയും എക്സ്പീരിയൻസ് ഐ ക്യാൻ ഗെയിൻ. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. പിന്നെ ഓക്കെ വേറെവർ യു വർക്ക് യു ആർ സ്റ്റാർട്ടഡ് ക്രോസ് യൂട്ടിലൈസിങ് നോളജും എക്സ്പീരിയൻസും എല്ലാം ഭയങ്കര ഹെൽപ്പ് ചെയ്തു ആ രീതിയിൽ. അപ്പം അങ്ങനെ ഇന്റർവെല്ലിൽ പോയ സമയത്ത് ഈ പറയുന്ന 80-85 lakh റവന്യൂ ഉണ്ട്, ഏകദേശം 120 employees സൈസിൽ ആ കമ്പനി നിൽക്കുന്നുണ്ട്. അതിന് പിന്നെ ഒരു 2 years ടൈം 2 years ടൈം കൊണ്ട് ഈ പറയുന്ന 6x 5 to 6x ജമ്പാണ് മൊത്തം അവിടെ ഉണ്ടാക്കിയത്. നൈസ്. അപ്പോൾ അതിൽ അതേപോലെ ഹ്യൂമൻ റേഷ്യോസ്. ഇതെന്ത് ഇതാ ഇത് ബോട്ടാ? ഇത് ഫിഷിങ്ങിന്റെ അല്ലല്ലോ. എന്തായാലും അതിന്റെ സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറും ഉറപ്പാ. മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ ഇതിൻ്റെ അകത്ത്. അതിൻ്റെ ഉള്ളിൽ വേറെന്തോ സാധനം, മെഷീനറി ആണല്ലോ കാണുന്നത് അല്ലേ സെന്ററിൽ? എന്തോ സാധനം, അങ്ങനത്തെ എന്തോ സാധനം കേട്ടോ. അതല്ല ഹൈറ്റ് ഇല്ലല്ലോ തീരെ. ഫാക്ട് എന്താ സാധനം? ഫിഷ്. ഓഡിയൻസ് പറയും, ഓഡിയൻസ് കമന്റ് ചെയ്യൂ. ഇതെന്താണ് സാധനം? ഷിപ്പാണോ ബോട്ടാണോ? ഓക്കെ. അപ്പൊ നിങ്ങള് പിന്നെ 6x ഗ്രോ 5 to 6x ഗ്രോത്ത് ആണ്. അപ്പൊ ആ ഗ്രോത്ത് ആയപ്പോൾ ഏകദേശം അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ചാനലിൽ ഐ ഡിസൈഡ് ടു മൂവ് ഓൺ. ഓക്കെ. അപ്പൊ അങ്ങനെ മൂവ് ഓൺ ആയി. പിന്നെയാണ് ശരിക്കും ഈ കമ്പനി ഓൾറെഡി ഞാൻ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഗോട്ട് എ പാർട്ട്ണർ, ഫാദിലാണ്. അപ്പൊ അങ്ങനെ പാർട്ട്ണർ വരുന്നു, വി സ്റ്റാർട്ടഡ് ബിൽഡിങ് ഇറ്റ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഒരു വെഞ്ചർ സ്റ്റുഡിയോ മോഡലിലേക്ക്. എന്താണ് വെഞ്ചർ സ്റ്റുഡിയോ? സോ വെഞ്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം നിങ്ങളടുത്ത് ഞാൻ ഫസ്റ്റ് ആ വേർഡ് കേൾക്കണം കേട്ടോ, സ്റ്റുഡിയോ എന്നുള്ള പരിപാടി. വെഞ്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന VCs ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽസ് ഉണ്ട്, അതെ, അല്ലെങ്കിൽ ഏഞ്ചൽസ് ഉണ്ടാവും. അവരൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ് എന്താ വെച്ചാൽ ദേ പൂൾ ഫണ്ട് ആൻഡ് ദേ ഇവാലുവേറ്റ്. ഒരു DD ചെയ്യും, DD ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റബിൾ ദേ ഇൻവെസ്റ്റ്. ഓക്കെ. നമ്മൾ ചെയ്യുന്ന പ്രോസസ് വി ഓൾസോ ഡു ദ DD ആൻഡ് ബേസ്ഡ് ഓൺ ദ DD വി ഡിസൈഡ് വെദർ വി വാണ്ട് ടു ഇൻവെസ്റ്റ്. സോ അത് ഇൻവെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്തിട്ട് വി കോ ബിൽഡ്. ഓക്കെ. വിച്ച് മീൻസ് വി ബിക്കം പാർട്ട് ഓഫ് ദ ഡയറക്ടർ ബോർഡ്. ഓക്കെ. ആൻഡ് വി കമ്മിറ്റ് മേ ബി 3 years ഇത്ര എക്സ് റവന്യൂ ജനറേറ്റ് ചെയ്യും. Okay, and we will make also the company sellable because we will take an exit in 3 years. അപ്പൊ നിങ്ങൾ അവരെ കൂടെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും? നമ്മൾ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യാം അവരെ കൂടെ. ഓക്കെ. അത് അപ്പൊ നിങ്ങളെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരിക്കും? ഈ പറയുന്നത് ഇൻവോൾവ്മെന്റ് ആണ്.
അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പ്യുവർലി ഒരു കൺസൾട്ടിങ് മോഡലല്ല ഒരു സ്ഥലത്തും വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ 12 to 14 hours വർക്ക് ചെയ്യുന്നത്. I dedicate that many hours for a particular company, right? So if I do that for a company where I have equity, it's much better. കറക്റ്റ്, Right. ഒരു ഡൗട്ടും ഇല്ല. That's യു ഹാവ് exact- മോർ സ്കിൻ ഇൻ ദ ഗെയിം. അത്രേ ഉള്ളൂ. ആ. ആ സ്കിന്നിന്റെ ഗെയിം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഒബ്വിയസ്ലി സിൻസ് ബിക്കോസ് ഓഫ് ദി എക്സ്പീരിയൻസ്, ബിക്കോസ് ഓഫ് ദി നെറ്റ്വർക്ക്, ബിക്കോസ് ഓഫ് ദി അണ്ടർസ്റ്റാൻഡിംഗ്, കറക്റ്റ്. we evaluate very thoroughly. Very slow process. ഒരു ഹറിയില്ല, ഒരു അർജൻസിയും ഇല്ല. ഓക്കെ, വളരെ സ്ലോലി എടുക്കുക. ഒരു 3 year കൊണ്ട് അതിനെ എവിടെ എത്തിക്കാൻ പറ്റും നോക്കുക. ആ സാധനങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടോ ഒരു കമ്പനിയിൽ നിങ്ങൾ എടുക്കണതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് ഇത് എത്തിക്കാൻ കഴിയും? അതിൽ ഞാൻ ചെയ്യാറുള്ളത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന ചില ആളുകൾ അവരുടെ പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ യു ആർ കമ്മിങ് വിത്ത് മീ ഫോർ എ ഡിസ്കഷൻ ഓൺ ഹൗ ടു ബിൽഡ് ദിസ് കമ്പനി, അല്ലെങ്കിൽ e-com show എന്ന് പറയുന്നത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. കറക്റ്റ്. I start conversing with you. I start to understand your data and all the details. അത് കിട്ടിക്കഴിയുമ്പം I know, hey, you know where it is. And obviously I do the DD process. കറക്റ്റ്. DD-ൽ I get everything. DD പറഞ്ഞാൽ നിങ്ങൾ ഒരു ബിഗ് 4 പോലത്തെ ഒരു കമ്പനി ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ? അല്ല, ഞങ്ങളുടെ ഇന്റേണലി ഒരു ടീമുണ്ട്. ആ, അതായത് CA ഉണ്ട്, അതിൽ ലോ ഫേംസ് ഉണ്ട്, ഈ പറയുന്ന ഫിനാൻസ് ടീം ഉണ്ട്, ഓപ്പറേഷൻ ടീം, എല്ലാ ടെക് ടീം ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ആ ടീം തന്നെയാണ്. നിങ്ങൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യും, അല്ലാണ്ട് ഒരു ബിഗ് 4 വെച്ച് ഓഡിറ്റ് ചെയ്യലല്ല. കാരണം ഇവിടെ ബിഗ് 4 വെച്ച് ഓട്ട് ചെയ്യാൻ മാത്രമുള്ള സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതെ, ചൂടെടുക്കില്ല നല്ല ചൂടുണ്ട്. ഉള്ളിൽ കോഫിയും കൂടെ ആകുമ്പോഴേ ഭയങ്കര ചൂട്. ഉള്ളിൽ കരിക്കുണ്ട്. ആയിക്കോട്ടെ. ഇതുവരെ നിങ്ങളെ കഥ പറഞ്ഞു. അതെ, ഞങ്ങളൊരു കഥ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതി. പക്ഷേ ഞങ്ങളെ കഥ വന്നപ്പോൾ ഞങ്ങൾ കുറേ പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗ്രോത്ത് വന്നപ്പോൾ ഇതൊരു ബിസിനസ് ആയപ്പോൾ മനസ്സിലായി ഇങ്ങനെയല്ല കച്ചവടം നടത്തണ്ടേ. അതാണ് ആക്ച്വലി നിങ്ങളവിടെ വിളിച്ചു വരുത്താൻ കാരണം. നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നു. നമുക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ പല കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നമ്മളെ പല ഓഡിയൻസിനും ആ പ്രോബ്ലം ഉണ്ടാവും. ഇതിലെന്താ അറിയോ, ഇതില് ഇപ്പം സാധാരണ ഞാൻ ആളുകളുടെ അടുത്ത് പോകാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും, സൊല്യൂഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഷോയിൽ നിങ്ങൾ ഇത് ചെയ്യാണ്. അതായത് നമ്മളെ ഉദ്ദേശം സംബന്ധിച്ചിടത്തോളം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ഇതേ സാധനം വേണ്ട പല ആൾക്കാരും ഉണ്ടാവും. സോ ദേ വിൽ ആൾസോ ഗെറ്റ്. അപ്പൊ നിങ്ങൾ ശരിക്കും അതിൽ ചെയ്യുന്നത് എന്താ അറിയോ, നിങ്ങൾ വലിയൊരു റിസ്ക് എടുക്കുക. കാരണം നിങ്ങൾ ആസ് എ ബിസിനസ് അതിന്റെ വൾണറബിലിറ്റി സംസാരിക്കാൻ നിങ്ങൾ റെഡി ആവാണ്. എനിക്ക് അതൊരു ആസ് എ ഫൗണ്ടർ നിങ്ങൾ കാണിക്കുന്ന വലിയൊരു കമ്മിറ്റ്മെന്റ് കൂടിയാണ്. അല്ല, ആക്ച്വലി നമ്മളെ ഓഡിയൻസിന് അറിയാം, ഇരുന്ന് സംസാരിക്കാം. ഫുൾ ടീം ഉണ്ടല്ലോ. ഓരോരുത്തരെ പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. ആദ്യം ഞാൻ ടീമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഡാരിൻ, അല്ലെങ്കിൽ നീ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, അതാ ബെറ്റർ. ഓക്കെ, എൻ്റെ പേര് ഡാരിൻ മുജീബ്. ഞാൻ e-com ഷോയിൽ ടെക് ഓപ്സ് പിന്നെ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റും രണ്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ടെക്നിക്കലി എന്ത് പ്രശ്നം വന്നാൽ ഞാനാണ് നോക്കാം. എന്ത് പ്രശ്നങ്ങൾക്കും ടെക് സൊല്യൂഷൻ ഉണ്ടാക്കും. അടിപൊളി അടിപൊളി. ഓക്കെ, ഹായ്, എൻ്റെ പേര് അതിരാൻ. ഞാനിപ്പോൾ e-com ഷോൻ്റെ വീഡിയോ എഡിറ്ററാണ്. ലോങ് ഫോം D2C സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എഡിറ്ററാണ്. അടിപൊളി. വീഡിയോസ് കാണാൻ എഡിറ്റിംഗ് അടിപൊളിയാണ്. ഞാൻ ഗംഗാദാസ്, ഇതേപോലെ തന്നെ വീഡിയോ എഡിറ്റർ തന്നെ. ഈ പോഡ്കാസ്റ്റും അതുപോലെ തന്നെ പോഡ്കാസ്റ്റിന് റീൽസ് എല്ലാ ദിവസവും പോകാറുണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റും റീൽസും കറൻ്റ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ. സെറ്റ്. ഓക്കെ, എൻ്റെ പേര് നാജി, ഇതിൻ്റെ കോഴ്സ് ഡിവിഷന് ഹെഡ് ചെയ്യുന്നു. നാജി മെഹർദാദ് ഫുൾ പേര്. അടിപൊളി. മുഹമ്മദ് നിഹാൽ, ഇതിൻ്റെ എൻ്റെ പേര് രാഹുൽ. ഞാനിങ്ങനെ ചെറിയ ചെറിയ പരിപാടികളായിട്ട് പോകുന്നു. അടിപൊളി. ഞാൻ നിങ്ങളുടെ ബോസ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിപ്പം കുറേ സാധനങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ അറിയാതെ ഉണ്ടായി പോയതാ. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങി, ആൾക്കാർക്ക് e-commerce ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത് ഫ്രം വെരി സ്മോൾ ബിസിനസ് ഓണേഴ്സ് ടു വെരി വെരി ലാർജ് ബിസിനസ് ഓണർ. ഇപ്പോൾ 2000 കോടി 3000 കോടി ചെയ്യുവാനും e-commerce അറിയില്ല. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് e-commerce ഈസ് സംതിങ് ഫോർ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതൊക്കെ വലിയ വലിയ ആൾക്കാരെ പരിപാടിയാണ്, നമുക്ക് ഇതിനകത്ത് നടക്കൂല. അപ്പോൾ അത് മനസ്സിലായതും നമ്മൾ പോഡ്കാസ്റ്റ് അല്ല, ആക്ച്വലി മീറ്റിംഗ്സ് ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എഴുതി കാണിക്കാം. ആയിക്കോട്ടെ. അപ്പോൾ മീറ്റിംഗ്സ് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ ബോർഡുണ്ട്. മീറ്റിംഗ്സ് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് തുടങ്ങി. പല ഓഡിയൻസിന് പലർക്കും നമ്മളെ ഓൾറെഡി അറിയാം നമ്മളെ സ്റ്റോറി. പക്ഷേ രാഹുൽജിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മളിപ്പം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഞാനൊരു കമ്പനിക്ക് വേണ്ടി കൺസൾട്ടേഷൻ ചെയ്യുന്നു. ആ കമ്പനീൻ്റെ കൺസൾട്ടേഷൻ ചെയ്ത് കുറേ വിൻസും കുറേ കേസ് സ്റ്റഡീസും ഒക്കെ ഉണ്ടാവുമല്ലോ.
അതൊക്കെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്നു. ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ കൺസൾട്ടേഷൻസ് വരുന്നു. അറ്റ് സം പോയിന്റ് എനിക്ക് കൺസൾട്ടേഷൻസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം സമയമല്ല, ലിറ്ററലി സമയമല്ല. അപ്പോൾ എന്ത് ചെയ്തു, ഓക്കെ കൺസൾട്ടേഷൻസ് കൊടുക്കാം, എന്നിട്ട് അത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ആ വീഡിയോ അയച്ചാൽ സംതിങ് ദേ വിൽ ഗെറ്റ്. എല്ലാവരുടെ പ്രോബ്ലം സെയിം അല്ല, പക്ഷേ മോർ ഓർ ലെസ് അതിൻ്റെ സൊല്യൂഷൻ ഇൻ ആൻഡ് അറൗണ്ട് അതാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്. അപ്പം ഞാൻ ആക്ച്വലി കൺസൾട്ടേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അങ്ങനെ ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇത് ഒറ്റയടിക്ക് തന്നെ 10 ഇരട്ടി കൂടുതൽ എൻക്വയറീസ് വന്നു തുടങ്ങി. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിൻ്റെ 10 ഇരട്ടി വലിയ പ്രോബ്ലത്തിലാണ് പോയി എൻ്റെ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെന്ത് ഓക്കെ പിന്നെ നമ്മൾ കൂടുതൽ ചെയ്തു. പക്ഷെ എന്നാലും ആ പ്രോബ്ലം ഭയങ്കര വലുതായിക്കൊണ്ടേയിരിക്കും. ആസ് വി ഡു മോർ എപ്പിസോഡ്സ് മോർ പ്രോബ്ലം. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് പോഡ്കാസ്റ്റ് ആണ് ഇതിന് പറയാമെന്നും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. അപ്പോഴത്തേക്ക് നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതാക്കി നമ്മൾ വളരെ സീരിയസ് ആയി. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യണമല്ലോ. എനിക്കാണെങ്കിൽ ഇത് വലിയൊരു കമ്പനി തുടങ്ങാനല്ലേ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു ടീം മെമ്പറുമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ കൺസൾട്ടേഷൻ ഞങ്ങൾ കയറി ആഡ് ചെയ്ത് എല്ലാ ടൈപ്പ് ഓഫ്, അത് SEO ആണെങ്കിൽ SEO, പേടാണെച്ചാൽ പേട്, ടെക് ആണെച്ചാൽ ടെക്, ഈവൻ ഇൻവെസ്റ്റേഴ്സും ആ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടുന്ന് കുറേ സോൾവ് ആയി തുടങ്ങി. അങ്ങനെ പിന്നെ പോയി. അപ്പോൾ എന്തായി, ഞാൻ ജസ്റ്റ് എങ്ങനെയൊക്കെ ഇത് വന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇക്കോംഷോ നമുക്കൊരു മദർ കമ്പനി ആയിട്ട് ഇതാ എഴുത്തും നിങ്ങൾക്ക് അറിയില്ല, എഴുത്തും അതിനൊന്നും അറിയില്ല. ഇക്കോംഷോ അതുകൊണ്ട് ലുക്കുണ്ടാവില്ല. ഇക്കോംഷോ മദർ കമ്പനി. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓക്കെ നമ്മളെ കണ്ടന്റ് പീസ് കോണ്ടന്റ് വന്നു. പിന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ പരിപാടിയിലാണ് ഇത് മൊത്തം ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫണ്ട് വന്നിട്ടില്ലെങ്കിൽ ഈ സാധനം നിൽക്കും. ഇതാണ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്, കാരണം അത്രയും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നുണ്ട് ഇത് കാണുന്നവരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടന്റ് നമുക്ക് സ്പോൺസർഷിപ്പ് വന്നു. ഓക്കെ, അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനത്തെ സ്പോൺസേഴ്സ് നമുക്ക് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കരിക്കൊക്കെ ബിക്കോസ് ഓഫ് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം ആൻഡ് ദേ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദ ബിസിനസ്. അവർ നമുക്ക് ഈ ഓരോ എപ്പിസോഡിലും ഓക്കെ നിങ്ങൾ കരിക്ക് നമ്മൾ സ്പോൺസർ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സ്പോൺസേഴ്സ് വന്നു. പിന്നെ സോക്കോ, ആപ്പ് മേക്കർ, മൈക്രോ കമ്പനി, ഫിക്സ് പ്രൈസ് സ്റ്റോർ, ഇവരൊക്കെ നമ്മളെ സ്പോൺസേഴ്സായി മാറുന്നു. സ്പോൺസർ വന്നു. പിന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിന് ഇത് സ്പോൺസർ ഇൻ്റഗ്രേഷൻസ്, പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്സ്. ഓഡിയൻസ് ക്ഷമിക്കുക, എഴുതിയിട്ട് കുറേ കാലമായി. അപ്പോൾ മെമ്പർഷിപ്സ് വാട്സാപ്പ് ഗ്രൂപ്പ് മോണിറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറേ ഇങ്ങനെ വന്നപ്പോൾ ആൾക്കാർ എന്താ ഈ ഷോപ്പിഫൈ, നമ്മൾ ഭയങ്കരമായിട്ട് ഷോപ്പിഫൈനെ പുഷ് ചെയ്യും. ബിക്കോസ് ഷോപ്പിഫൈ ഇസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടു സ്റ്റാർട്ട്. നിങ്ങൾ ടെക്നിക്കലി ഡെവലപ്പേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട, നേരെ പോവുക, തുടങ്ങുക, ആർക്കും ചെയ്യാം. ഒരു 1-2 ദിവസം തുടങ്ങാം. അപ്പോൾ എങ്ങനെ ഷോപ്പിഫൈ ഉണ്ടാക്കാം? നമ്മൾ പറയും നിങ്ങൾ ഷോപ്പിഫൈ പോയാൽ മതി, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. എന്നാലും വന്ന് ചോദിക്കും, അല്ല അത് മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല. അപ്പോൾ ഇത് നമുക്ക് എഗെയിൻ പ്രോബ്ലത്തിലല്ലേ. അപ്പോൾ മനസ്സിലായി എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഷോപ്പിഫൈയിൽ ഒരു കോഴ്സ് ഉണ്ടാക്കുന്നു, വിച്ച് ബിക്കേം ഇകോം സ്കൂൾ. സംഭവം അതിനകത്ത് ഒരു കോഴ്സേ ഉള്ളൂ, പക്ഷെ പിന്നീട് പിൽക്കാലത്ത് അത് അറിയപ്പെട്ടത് ഇകോം സ്കൂളായിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തത് നമുക്ക് മനസ്സിലായത് ഇംഗ്ലീഷിലുള്ള സാധനം ആൾക്കാർക്ക് മനസ്സിലാവില്ല. ദേ വാണ്ട് സംവൺ ടു ബേസിക്കലി ഇതൊക്കെ മലയാളം എന്നുള്ള ഒരൊറ്റ ലാംഗ്വേജിന് മുകളിലാണ് വരുന്നത്. ഇകോം സ്കൂളുണ്ട്, അവിടെ ഒരു കോഴ്സ് ഉണ്ട്. എന്നാ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ ഗസ്റ്റൊക്കെ, അതായത് ഞാൻ ഓക്കെ കൺസൾട്ടേഷൻ അതാണല്ലോ ഇതിനൊക്കെ തുടക്കം. അതെ, ഈ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ലെവലിലെ ടോപ്പ് ആൾക്കാരെ മൊത്തം എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ കോണ്ടന്റിൽ കൊണ്ടുവരുന്നത് മൊത്തം നമുക്കറിയാവുന്ന ബിലീവബിൾ ആയിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ഇവർ കൺസൾട്ടേഷൻ കിട്ടുമോ? അപ്പോൾ കിട്ടും. അഗെയിൻ എനിക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി, mentors.ecomshow.com.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 100ഓളം രാജി എത്ര കൺസൾട്ടേഷൻ അല്ല ഡാരിൻ എത്ര കൺസൾട്ടേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടോ? 100ഒക്കെ അടിച്ചില്ലോ? ഒരു 70 അറൌണ്ട് 50, അത് 15,000 20,000 25,000 വരെ നമ്മൾ പോയിട്ടുണ്ട് പെർ അവർ കൺസൾട്ടൻസി. വെൻഡേഴ്സും ഭയങ്കര ഹാപ്പി, കാരണം വരുന്ന ഭയങ്കര ക്വാളിറ്റി സാധനങ്ങളാണ് വരുന്നത്. മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി, ഇതൊക്കെ പ്രോബ്ലത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോ ഉണ്ടാവും കേട്ടോ. ആ മാർക്കറ്റ് പ്ലേസ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്ത്, ആശാനെ നമുക്ക് എല്ലാം മനസ്സിലായി, ഗ്രൂപ്പിൽ നല്ല അടിപൊളി ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നിൻ്റെ മെൻറ്റർക്കും ഒക്കെ അടിപൊളി, നീ ചെയ്താൽ മതി. ഏത് 1000 കോടി 2000 കോടിയൊക്കെ ഓഫ്ലൈനിൽ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് എന്നോട് പറയാൻ തുടങ്ങി നീ ചെയ്ത. അപ്പം എനിക്ക് ബാൻഡ് എടുത്തില്ല. എന്നിരുന്നാലും ഓക്കെ, നല്ല കമ്പനീസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുമായിട്ട് അലൈൻ ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമ്മൾ ഇകോം ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത സാധനം ലോഞ്ച് ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് ഇപ്പം 3 ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ കോണ്ടന്റ് ആയി, വാട്സാപ്പ് ഗ്രൂപ്പായി, ഇകോം സ്കൂളായി, മാർക്കറ്റ് പ്ലേസ്, ആക്സിലറേറ്റർ ആയി. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ നമ്മളെ മെയിൻ ബിസിനസ് എപ്പോഴും കണ്ടിരുന്നത് സാസ് ആപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ സാസ് ആപ്സ് ഉണ്ടാക്കി, എല്ലാ സാസ് ആപ്സും ക്ലബ് ചെയ്തിട്ട് റൂട്ട് മൈ ഓർഡർ, അതിൻ്റെ ഷോർട്ട് ഫോം ഇടാം, ആർമോ എന്ന് പറഞ്ഞിട്ട് ഇ കൊമേഴ്സ് ടു ക്യുക്കമേഴ്സ് ഷോപ്പിഫൈ വെബ്സൈറ്റിനെ ക്യുക്കമേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയി. നമുക്ക് ആൾക്കൂടിയിൽ ടീമൊക്കെ വലുതായി, ടീം ഒരു 10 പേര്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ലീൻ ടീമിനെ വെച്ചിട്ട് വലിയൊരു കമ്പനി എങ്ങനെ, ഒന്നാമത് ബിസിനസ് ആയിട്ട് ചെയ്തതല്ല, യു ആർ ജസ്റ്റ് സോൾവിങ് എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് പലരും പല രീതിയിലാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്, മനസ്സിലായി. ഇതൊക്കെ ഉണ്ടാക്കി, പക്ഷെ ബിസിനസ് ആയിട്ട് എപ്പോഴും കണ്ടത് സാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്നത് ക്യാൻ വി മീറ്റ് യു, മീറ്റ് ചെയ്യാൻ നമ്മളുടെ സമയമല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ മറ്റേ നാസ് ഹൗസിന് ഇൻസ്പയർ ആയിട്ട് ഇകോം ഹൗസും തുടങ്ങി. ഇകോം ഹൗസ് ഇതൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, സാധനം സോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇപ്പം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാം ഓക്കെ, ഡൂയിങ് ഗുഡ്, ഒന്നിനും കുറ്റം പറയാനില്ല. എല്ലാം ഓക്കെ. അപ്പോൾ ഇവൻസ് വേറെ, പിന്നെ ഓക്കെ അതും കൂടി പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് ഇതൊക്കെ വന്നപ്പോൾ ഇകോം ഹൗസിലൊന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പം ബേസിക്കലി അത് നമ്മളിപ്പോൾ നിഖിൽ കാമത്ത് ചെയ്ത ഫൗണ്ടറി ചെയ്ത പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ വന്ന് നമുക്ക് നമ്മളെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇൻക്യുബേറ്റർ എന്നാണ് പറയാന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിന് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് വന്ന് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. തൽക്കാലം എനിക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാനാണ് എൻ്റെ താല്പര്യം. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് എ ലയബിലിറ്റി ടുവേർഡ്സ് ദ ഇൻവെസ്റ്റർ. പിന്നെ അങ്ങോട്ട് മറ്റേ എന്താ പറയുക, ഹാംസ്റ്റർ വീലിൽ കയറിയ പോലെ നിൽക്കാൻ പറ്റൂല എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇത്രയും സാധനങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ ഇകോം സ്കൂൾ തുടങ്ങിയല്ലോ, ഇതിൻ്റെ അകത്തൊരു 10-12 ഒരു മാസത്തിൽ ഒരു 12 സെയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, വാങ്ങിക്കിൻ്റെ അവർ കോഴ്സ് ചെയ്യുന്നുണ്ട്, അവർ ഹാപ്പിയാണ്, അവർ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ഷാദിൻ്റെ ഹോം വർക്കർ ഗ്രോത്ത് സ്റ്റുഡിയോ അവരുമായിട്ട് ടൈപ്പ് ചെയ്തു. നൗ വി ആർ ഡൂയിങ് 100+ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷാദ് എന്തിൻ്റെ പിന്നിലൊക്കെ അവനുണ്ട്. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു. കൊളാബറേറ്റ് ഒരു തലവേദന അല്ല, ഒരു സാധനം ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ കോഴ്സസ് വേണം. ഓക്കെ, സോ വി നീഡ് മോർ കോഴ്സസ്. പക്ഷെ എപ്പോഴും എനിക്ക് താല്പര്യം ഇതാണൊരു $1 ബില്യൺ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. $1 ബില്യൺ ഓപ്പർച്യൂണിറ്റി എന്നെ എല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ലീനായിട്ട് $1 ബില്യൺ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോണത് സാസ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ തിയറി. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മനുഷ്യൻ എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ കാരണം എല്ലാ ആൾക്കാരും എന്നോട് പറയുന്നത് ഷാന് പണ്ടേ ഫോക്കസ് അങ്ങനെ ഫോക്കസ് ചെയ്ത് കൺസൾട്ടേഷൻ നിർത്തിയിട്ടാണ് ഇതിനകത്തേക്ക് വന്നത്. ഇപ്പം എല്ലാ ഫോക്കസും ഇല്ലാണ്ടായി, ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഐ എം ലവ് വാട്ട് എവർ ഐ എം ഡൂയിങ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വി ഡു അറൗണ്ട് 10 lakhs പെർ മന്ത്. ഇനി ഇത് എന്താണ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്യുബേറ്റർ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് ചെയ്യാൻ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഫോക്കസ്. ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയട്ടോ,
ഇത് ഓക്കെ, ഇത് സോർട്ട് തീരുമാനമായി. മീൻസ് നീ അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിലിംഗ് മാത്രം ക്ലിയർ ചെയ്താൽ മതി. മാർക്കറ്റ് പ്ലേസ് ഓൾമോസ്റ്റ് സോൾഡ് ആണ്. കോണ്ടന്റ് സ്പോൺസർഷിപ്സ് സോൾഡ് അല്ല, സ്കെയിലബിൾ വേ ഇല്ല. ഷാനിന് അറിയുന്ന ആൾക്കാരെ ഷാൻ ഔട്ട്റീച്ച് ചെയ്യുന്നു, ഷാൻ നമുക്ക് ചെയ്യാം, ഇത്രയേ ഉള്ളൂ സാധനം. മാർക്കറ്റ് പ്ലേസ് ഓക്കെ, മാർക്കറ്റ് പ്ലേസ് നമ്മൾ സ്കെയിൽ ചെയ്തിട്ടില്ല. ആൾക്കാർ വരുന്നു, അവിടെ നിന്ന് 2-3 കൺസൾട്ട്, പിന്നെ ആ കൺസൾട്ടൻസും ബിസി ആവുകയാണ്. അതായത് അവർ 1 മണിക്കൂർ ചെയ്യുന്നു, ഷാൻ അത് കൊള്ളാം, ഞാനത് റീറ്റെയിനറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരാവയ്ക്ക് പോകുന്നു. പിന്നെ വേറെ നമുക്ക് റവന്യൂ ചാനൽ കൂടി പറയാനാണെങ്കിൽ വി ഹാവ് റെഫറൽസ്. അതായത് ഇതിനകത്ത് പല ആപ്പുകളും പല ഏജൻസിക്കും നമുക്ക് റെഫറൽ ഫീസ് തരും. ബിക്കോസ് വി റെഫർ ഇതിൻ്റെ അടുത്ത് വരുന്നത് ഡയറക്റ്റ്ലി നിങ്ങൾ ഗ്രൂപ്പിനോ കാര്യങ്ങളോ എടുക്കാൻ വി ഡോണ്ട് ചാർജ് എനിത്തിങ്. ഞാൻ ത്രൂ ഇതാക്കുകയാണെങ്കിൽ സോ ബിക്കോസ് വി ഹാവ് ടു സർവൈവ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥ. ഇനി എങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതിനാണ് നിങ്ങളെ വിളിച്ച് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് പൂട്ടിക്കെട്ടാം, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു തീരുമാനമാക്കാം. കട്ട് ചെയ്യാം, പിന്നെ എല്ലാം നിർത്തി പോകണമെങ്കിൽ എല്ലാം നിർത്തി പോവാം. പക്ഷേ എനിക്ക് കുറേ പ്രഷർ എടുത്ത് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വി ആർ സോൾവിങ് എ ഹ്യൂജ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആണ്. എല്ലാവരും ഒന്ന് ഷാന ഈ കമ്മ്യൂണിറ്റി, നമ്മളെ മെമ്പേഴ്സൊക്കെ വന്നിട്ട് കമ്മ്യൂണിറ്റി തുടങ്ങി, ഇ കൊമേഴ്സ് സ്കെയിൽ ചെയ്യും, പിന്നെ എന്താ പറയുക മാർക്കറ്റ് പ്ലേസ് സ്കെയിൽ ചെയ്യും, ആക്സിലറേറ്റർ ടേക്ക് അസ് എ ക്ലയൻറ്റ്. നമുക്ക് ഒരു പ്രശ്നമില്ല ലീഡിൻ്റെ. പിന്നെ നമ്മൾ ക്ലയൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പം എന്തായി, ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കോടികളെ ബിസിനസ് ലിറ്ററലി നടക്കാൻ തുടങ്ങി. ഞാനിപ്രാവശ്യം ഏറ്റവും ഇപ്പം റീസെൻ്റ് കുറേ ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ഒമാനിൽ പോയപ്പോൾ ഒരു മീറ്റപ്പ് എടുത്തിയപ്പോൾ ഒരുത്തൻ വന്ന് എൻ്റെ കൈ വന്നിട്ട് നിങ്ങൾ കാരണമാണ് ഞാൻ ഒമാനിലെത്തിയത്. ഞാനെന്താ ചെയ്ത്? അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. എനിക്കറിയില്ല, കാരണം ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഗ്രൂപ്പിൻ്റെ ഫണ്ട് എന്താ, വി ഹാവ് ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം, നിങ്ങളവിടെ വരിക, നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞു ആ ഗ്രൂപ്പിലൊരു ക്ലയൻറ്റിനെ എടുത്തു, അവർക്ക് ഷോപ്പിഫൈ വെബ്സൈറ്റ് ചെയ്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ സിസ്റ്റർ കൺസേണിന് ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഒമാനിലൊരു വേക്കൻസി ഉണ്ടായിരുന്നു. അവർ വൈ ഡോണ്ട് യു കം, ഞാൻ അടുത്ത ഫ്ലൈറ്റിന് കയറി പോകുന്നു. പക്ഷേ ഞാൻ ഒമാനിൽ എത്തിയിട്ടാണ് ഞാനത് അറിയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും, പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നതാണ്. അപ്പോൾ വാട്ട് എവർ വി ആർ ഡൂയിങ് ഐ എം എൻജോയിങ് ഇറ്റ് ലൈക്ക് എനിത്തിങ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, എന്തുമേലും ഫോക്കസ് ചെയ്യണം. ഇതൊക്കെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. ആയിക്കോട്ടെ. അതായത് പിന്നെ കുളിച്ച് ഇപ്പം തന്നെ കരക്ക് കയറണം, അല്ലെങ്കിൽ നീന്തി അപ്പുറത്തെത്തി കരക്ക് കയറണം എന്നെല്ലാം അറിയാം. വെള്ളത്തിലേക്ക് ഇറങ്ങി അതിലൊരു ചോയ്സ് ഇല്ല. ഇനി ചോയ്സ് ഇല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കോ ഫൗണ്ടേഴ്സ് ഉണ്ടോ? എനിക്ക് കോ ഫൗണ്ടർ ഉണ്ട്. ഈ എത്ര പേര്? ഒരാൾ. അത് ഏതെങ്കിലും പെർട്ടിക്കുലർ സാധനത്തിലാണോ അല്ല മൊത്തത്തിലാണോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇനി എഴുതേണ്ടി വരും അല്ലേ? അതായത് ബേസിക്കലി കോ ഫൗണ്ടർ ഇവിടെ ആയിരുന്നു, സാസിലായിരുന്നു. അപ്പം നമ്മളെ ബിസിനസ് ആക്ച്വലി സാസ് ആണ്. ഓക്കെ, ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഞാൻ പ്രോബ്ലം കണ്ടെത്തും, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് സാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വളരെ നീഷാണ്. സാസ് വളരെ നീഷാണ്. പക്ഷേ ഈ സാസിൻ്റെ ഈ സാസ് ആണ് ഇത് ഫണ്ട് ചെയ്ത്. എൻ്റെ അടുത്ത് സാസ് ഫണ്ട് ചെയ്തു, ഞാനും ഫണ്ട് ചെയ്തു. അപ്പം എന്തായി, ഓട്ടോമാറ്റിക്കലി ഈ ഫൗണ്ടർ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും വരും. പക്ഷേ ഹി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ എനി ഡിസ്റ്റൻസ്. എവറിത്തിങ് റിഗാർഡിങ് സാസ് ഹി ടേക്സ്, ബട്ട് റെസ്റ്റ് എവറിത്തിങ് ഞാൻ ഇങ്ങനെ നറേറ്റ് ചെയ്തോട്ടെ. അതായത് സാസ് ആണ് നിങ്ങളുടെ കമ്പനി. അതെ. ഈ സാസ് കമ്പനിയിലേക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോണ്ടന്റ് ചെയ്ത് തുടങ്ങി? അല്ല, കോണ്ടന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങിയതാ. പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അങ്ങനെ തുടങ്ങി നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്തു, അതിനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തു. ഈ വലിയ ഓഡിയൻസ് ബിൽഡ് ചെയ്തപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഭീകരമായി കൂടി. അപ്പോൾ അവിടുന്ന് വരുന്ന ഓരോ സാധനങ്ങൾ സോൾവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ സാസിനെ പോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടാക്കി. ഇതാണ് നിങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തു. ഇനിയുള്ള ക്വസ്റ്റൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡൈവേഴ്സിഫിക്കേഷനും കൊണ്ട് മുന്നോട്ട് പോകണോ അല്ല നിങ്ങൾ ഒറിജിനൽ പ്രൊഡക്റ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ്. അതിലുള്ള ആൻസർ എന്ന് പറയുന്നത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ തന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സാധനമാണ് എനിക്കൊരുപാട് ഇതെല്ലാം കൂടി വലിച്ചെത്തിക്കണ്ട എന്നുള്ള സാധനം. അപ്പോൾ ഇത് നിങ്ങളുടെ പർപ്പസ് എന്താണ്? അതായത്
സാസിൽ നിങ്ങൾക്കൊരു കോഫൗണ്ടർ ഉണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ നോക്കി ഇപ്പം ഞാൻ ഇതിൽ വേറെ സാധനം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ കോണ്ടന്റ് പ്ലസ് വാട്സപ്പ് ഗ്രൂപ്പ്. അതെ. ഇത് ശരിക്കും നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫണ്ടല്ല. ഓക്കെ. അതായത് നിങ്ങളൊരു മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ മാർക്കറ്റാണ് നിങ്ങൾ കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നു. അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാണ്, നേർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കറക്റ്റ്. അതിനെ നിങ്ങൾ നേർച്ചർ ചെയ്ത് എൻഗേജ് ചെയ്ത് നിർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് പല ആൾക്കാരും ഇറങ്ങിപ്പോണ്ട്, പക്ഷെ നമ്മൾ അതിമേൽ മെനക്കെടുന്നില്ല. മനസ്സിലായി? വാട്സാപ്പ് ഗ്രൂപ്പിൽ ആളെ നിർത്തണം എന്നൊരു തിയറി നമുക്കില്ല. അതെ. അപ്പൊ അതിൽ നിങ്ങൾ ചിലപ്പോൾ എഫേർട്ട് ഇട്ടേക്കാളും കൂടുതൽ ആളുകൾ, കൂടുതൽ റിട്ടൻഷനും ഉണ്ടാവാം. അതെ. അപ്പൊ ആ മാർക്കറ്റ് പ്ലേസിന് നിങ്ങളുടെ എല്ലാ സാസ് ഈ പറയുന്ന RMO എന്ന് പറയുന്ന സാധനം സെല് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. കറക്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വന്നു, നിങ്ങൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യേണ്ടി വന്നു. അതെ. അവരുടെ നീഡുകൾ ഓരോന്ന് കേൾക്കുമ്പോൾ വാലിഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യും. അപ്പൊ ഇനി ഈ മാർക്കറ്റ് പ്ലേസിൽ മാക്സിമം എന്തൊക്കെ റവന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയണ ഈ ഇവന്റ്സ് അല്ലെങ്കിൽ ഇ-കോം ഹൗസ്, അതെ, ഇതിലേക്ക് ആളുകൾ എത്തിക്കാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ ചിലപ്പോൾ നിങ്ങൾ പിന്നെ ഈ പറയുന്ന ഇൻക്യുബേറ്ററിലേക്ക് ആളുകൾ എത്തിക്കാൻ പറ്റുന്നുണ്ടാവും, ആക്സസറി എത്തിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതിന് അറൗണ്ട് ആണ്. നേരത്തെ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ആണ് ഉണ്ടായിരുന്നത്, സാസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞൂടെ? അങ്ങനെയും പറയാം. അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ എന്തൊക്കെ സെല് ചെയ്യാൻ പറ്റും? കറക്റ്റ്. മീൻസ് അങ്ങനത്തെ പല സാധനങ്ങൾ നമ്മൾ സെല് ചെയ്തു. അപ്പൊ അതിന് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇ-കോം സ്കൂൾ നിങ്ങൾ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തു, അവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. ഇതുപോലെ ശരിക്കും നിങ്ങൾക്ക് ഇനി ഇമ്മീഡിയറ്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാനുള്ളൊരു സാധനം, ഇതിൽ ഓരോന്നിനും ഒരു വിഷൻ സെറ്റിംഗ് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ കോണ്ടന്റിന്റെ ഒരു അടുത്ത 3 ഇയർ ഗോൾ എന്താണ്, അല്ലെങ്കിൽ 3 ഇയർ വിഷൻ എന്താണ്, ഒരു മിനിമം ടൈമിലേക്ക്. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് വാട്ട് ആർ യു ട്രൈങ് ടു അച്ചീവ് ഇൻ 3 years? ഓക്കെ, ഇ-കോം സ്കൂൾ നിങ്ങൾ ഓൾറെഡി ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി അങ്ങനെ ഒരു സാധനം, ഒരു ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാം. ഫ്യൂച്ചർ അവരത് നടത്തുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ അതിലും എന്ത് ചെയ്യണം, അതിന്റെ വിഷൻ എന്ന് ഉദ്ദേശിക്കുക നിങ്ങൾ എന്താ? അതായത് ഇപ്പം നിങ്ങൾ പോലും പ്ലാൻ ചെയ്യാതെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു. ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം നിങ്ങൾ വന്നു, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി കിടക്കുകയാണ്. പക്ഷെ ഇതിലിപ്പോൾ ഒരു 100 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ 100 ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. റൈറ്റ്? ഇനി മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് പോകുന്ന കാറ്റഗറി. അതാണ് ഇപ്പൊ സംഭവിച്ചത്. എല്ലാത്തിലും റവന്യൂ ഉണ്ട്, പക്ഷെ വളരെ ബെയർ മിനിമം റവന്യൂലാണ് പോകുന്നത്. ഇനി ഇതൊക്കെ വിത്തിട്ടു, ഇതിൽ ചിലത് ചെടിയാവും, ചിലത് മരമാവും. ഇതിൽ മരമാവുന്നതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ മരത്തിന്റെ ലെവലിലേക്ക് വളർത്തണം, ചെടിയാവുന്നതിനെ ചെടീന്റെ ലെവലിലേക്ക് വളർത്തണം. അതിന്റെ ആയുസ് കുറവായിരിക്കും, മറ്റേ ആയുസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ തിരിച്ച് വെക്കലാണ്, ഈ ബക്കറ്റിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മരം എത്ര വരെ വളരണം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഈ മരത്തിന് വെട്ടും, ഇത് വെട്ടിയിട്ട് വേറെ കൊടുക്കേ, അല്ലെങ്കിൽ നിങ്ങൾ ആ മരം ഉള്ള സ്ഥലം അടക്കം വേറെ കൊടുക്കേ. ഞാൻ മെറ്റഫറിക്കലിയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ 3 വർഷം ഈ മരത്തിനെ ഞാൻ നോക്കാം, വളമിടാം, എല്ലിടാം, ഇതിൽ നിന്ന് എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇത് വേറെ കൊടുക്കാം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ മാക്സിമം ഈൽഡ്, ഈ മരം തീരുന്നത് വരെ മാക്സിമം ഈൽഡ് ഞാൻ എടുക്കാം, അങ്ങനെയും തീരുമാനിക്കാം. അതായത് ഒന്നുകിൽ നിങ്ങൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാം, പ്രോഫിറ്റ് എടുത്തിട്ട് ഇതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു പോയിന്റ് വരെ ഇതിനെ വളർത്തിയിട്ട് ഇതൊരു അസറ്റായി, ഇതൊരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആക്കി ഈ കമ്പനിയെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ സബ്വിങ്ങിനെ മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യാം, സെല് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെ ഓരോ സാധനത്തിനെയും ഓരോ കമ്പനി ഫോമാറ്റിലാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇ-കോം ഷോ എന്ന് പറയുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും, അതിന്റെ അണ്ടറിലുള്ള സബ് ബ്രാൻഡുകളാണ് ഈ സാധനങ്ങൾ മുഴുവൻ. അപ്പൊ ഇതിനെ ഓരോന്നിനെയും പൊട്ടൻഷ്യലി ആദ്യം മെഷർ ചെയ്യണം, ഇതിനെ ഓരോന്നിനും എവിടെ എത്തിക്കാൻ പറ്റും, ഇത് ചെടിയാണോ മരമാണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം അതിലൊരു ഓപ്പറേഷണൽ ഫംഗ്ഷനാലിറ്റി ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കോഫൗണ്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം ഓരോ സെഗ്മെന്റിലും. എന്നിട്ട് അവരെ വെച്ചിട്ട് ആ വിഷൻ റൺ ചെയ്യിപ്പിക്കുക ഈ ഹോൾഡിംഗ് കമ്പനി. ഇപ്പൊ ബേസിക്കലി ഇവിടെ ഞാൻ ഇപ്പൊ ഈ ഗ്രോത്ത് സ്റ്റുഡിയോ ഓൾമോസ്റ്റ് അതാണ്, ആ മോഡലാണ്. ഈ കോഫൗണ്ടർ ആയിട്ടില്ല. അതായത് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണുള്ളത്. അപ്പൊ ഇതിൽ എല്ലാം സർവൈവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പം ഇന്റേണലി ഉള്ള ആളുകളെ വെച്ചിട്ട് തന്നെ കുറച്ചും കൂടി റൺ ചെയ്ത് നോക്കാനുണ്ടാവാം.
നമുക്ക് ഇപ്പം നമ്മൾ MVP ഒക്കെ പറയുന്നത് പോലെ ഒരു മിനിമം വയബിലിറ്റി വരുന്നത് വരെ, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇ-കോം സ്കൂളിൽ നിങ്ങൾക്ക് ഒരു 12-13 കസ്റ്റമേഴ്സ് മന്ത്ലി വരുന്നത് ഇപ്പോൾ 100ലേക്ക് എത്തും. അതെ. അപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് വെക്കുകയാണ്, മന്ത്ലി ഒരു 100 കസ്റ്റമേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു കോഫൗണ്ടർ അതിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് അവരെ അത് ഏൽപ്പിച്ച് റൺ ചെയ്യും. അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ വരെ എത്തിച്ചു, ആ കോഫൗണ്ടർ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ എത്ര സ്റ്റേക്കുകൾ ഇതിനെന്തെങ്കിലും ഒരു ഇത് അഗെയിൻ അതാണ് പറഞ്ഞത്, ഇതിപ്പം ഇ-കോം സ്കൂൾ എന്ന് പറയുന്നത് മരാണോ ചെടിയാണോ എന്നുള്ളത് ഡിഫൈൻഡ് അല്ല. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ആസ് എ ഈ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് എപ്പോഴും ഓക്കെ, ഞാൻ ഇത്രയും ചാനൽസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 10 ചാനൽസ് ഉണ്ട്. ഈ 10 ചാനലിലൂടെ റവന്യൂ വരും. അതെ, ഓക്കെ. കറക്റ്റ്. ഈ 10 ചാനലിൽ ഏതൊക്കെ ഒരു ലാർജ് സൈസ് പോകണം, ഏതൊക്കെ മിഡ് സൈസിലേക്ക് പോകണം, ഏതൊക്കെ സ്മോൾ സൈസിൽ പോകണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ആ സൈസിൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ റെഫറലിന്റെ ടിക്കറ്റ് സൈസ്, കോണ്ടന്റിന്റെ ടിക്കറ്റ് സൈസ്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ടിക്കറ്റ് സൈസ്, ഇത് അഗെയിൻ ഡിഫറെന്റ് ആണ്. ഓക്കെ. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇ-കോം സ്കൂളിൽ 100 കസ്റ്റമേഴ്സ് വരുന്നു, എനിക്കറിയില്ല അതിന്റെ പ്രൈസ് എത്രയാണുള്ളത്. സേ ഫോർ എക്സാമ്പിൾ ഒരു 2500 പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ. അതെ, ഓക്കെ. 2.5 ലക്ഷം രൂപയാണ് നിങ്ങൾ ഹിറ്റ് ചെയ്യുന്ന മൊമെന്റിൽ എന്ത് ചെയ്യും? യു വിൽ ഐഡന്റിഫൈ സംബഡി. ഓക്കെ. അപ്പോൾ എല്ലാത്തിനെയും ആ ഒരു 0 to 1 നിങ്ങൾ ക്രാക്ക് ചെയ്യും. ആ 0 to 1 നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത 1 to 10 ബിൽഡ് ചെയ്യുന്ന ടൈമിൽ യു ഗെറ്റ് എ കോഫൗണ്ടർ. ഈ കോഫൗണ്ടേഴ്സിന് 2 രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇ-കോം ഹൗസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ആക്സലറേറ്റർ ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്റ്സ് ഉണ്ട്. ഇതിലൂടെ വരുന്ന ആളുകളെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ടിഫൈ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നത് അടുത്തൊരു 6 മാസം അല്ലെങ്കിൽ അടുത്തൊരു 4 ക്വാർട്ടർ കൊണ്ട് ഇതിനെ 0 to 1 ഞാൻ ബിൽഡ് ചെയ്യും. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വോണ്ട് സംബഡി ടു ടേക്ക് ദിസ് അപ്പ്. You can join me now or you can join that point if you are there. അപ്പോഴത്തേക്ക് നമ്മളെ തോട്ട് പ്രോസസ്സ് മാറാൻ മതി. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതിന് വിഷൻ സെറ്റ് ചെയ്യണം. ഇത് എത്രത്തോളം മരമാവോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചെടിയാവോ എന്നുള്ളത്. അതാണ്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെടിയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഒരു 3 മാസം ട്രൈ ചെയ്ത് ചിലപ്പോൾ ഒഴിവാക്കും. അത് വർക്ക് ആവുകയാണെങ്കിൽ അന്നേരം അത് മരാക്കണോ അല്ലെങ്കിൽ മിഡ് സൈസ് ആക്കണോ തീരുമാനിച്ചാൽ മതി. എല്ലാം സ്റ്റാർട്ടിങ്ങിൽ വളരെ ചെറിയ തൈകൾ മാത്രമാണ്. അല്ല, പക്ഷെ ഇതിനകത്തിപ്പോ എനിക്കുള്ള ഡൗട്ട്, ഇപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ഷാനെ ഫോക്കസ് ചെയ്യണം പറയും. ഞാൻ ഫോക്കസ് ചെയ്തു പ്രോബ്ലത്തിന്റെ മുകളിൽ. ഓക്കെ. അപ്പോൾ പ്രോബ്ലത്തിനുള്ള മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വന്നു. അതെ. ഇതൊക്കെ കൂടി ഒരാള് ഇപ്പൊ ഞാൻ തന്നെ റൺ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ബെറ്റർ ടു ഓൺ ബോർഡ് എ കോഫൗണ്ടർ ഫോർ ഈച്ച്? അല്ല, അതാണ് ഞാനും പറഞ്ഞേ. ഇപ്പം നമ്മൾ ഒരു സൈസിൽ എത്തുന്നത് വരെ നമ്മൾ റൺ ചെയ്താൽ മതി. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം പറഞ്ഞുതരാം ഷാനിനെ കുറിച്ച്. ഷാൻ ഇത്രയും പറഞ്ഞല്ലോ. ഷാൻ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഷാൻ 10 സെഗ്മെന്റ് ഉണ്ടാക്കി. അതായത് ടെക്നിക്കലി 10 സ്റ്റാർട്ടപ്പിന്റെ ഐഡിയാസ് ഉണ്ടാക്കി. അതെ, ഓക്കെ. കറക്റ്റ്. അപ്പൊ ഷാന്റെ ഏറ്റവും കോർ ഏരിയ 0 to 1 ബിൽഡ് ചെയ്യലാണ്. ഇതെല്ലാം പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതെ, 1 രൂപയെങ്കിൽ 1 രൂപ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 10 സക്സസ് ആവണമെന്നില്ല. കറക്റ്റ്. അപ്പോ ഈ 10 സാധനത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 എണ്ണം ബാക്കിയാവാം. അതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മരം. ഓക്കെ. അപ്പോൾ ഈ മരങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളെ കൂടി ഷാൻ ഇതിന്റെ അകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അത് ഇന്റേണലി ഉണ്ടാക്കാം. അതായത് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ചിലപ്പം ഇ-കോം ഹൗസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓണ്ടർപ്രണർ ആവാൻ അല്ലെങ്കിൽ ഫൗണ്ടർ ആവാൻ താല്പര്യമുള്ള ഒരു 10 ആൾക്കാരെ നിങ്ങൾ എടുക്കുന്നു. 1 year ഷാന്റെ കൂടെ ഇ-കോം ഹൗസിൽ താമസിക്കുന്നു. ആ പ്രോസസ്സിൽ എന്ത് ചെയ്യാണ്, ഇവർക്ക് ഓരോ സാധനങ്ങൾ അലോക്കേറ്റ് ചെയ്തിട്ട് ആ ബിൽഡിംഗ് പ്രോസസ്സിൽ അവരുടെ കൂടെ ബിൽഡ് ചെയ്യുന്നു. 1 വർഷം കഴിയുമ്പോൾ ഷാൻ അവർക്ക് ഓണർഷിപ്പ് കൊടുക്കുന്നു. മേ ബി അത് ഇക്വിറ്റി ആയിട്ടാവാം, ഏത് രീതിയിലാവാം. ആ സാധനം കൊടുത്ത് പിന്നെ അവര് അവിടുന്ന് ടേക്ക് ഓവർ ചെയ്യുന്നു. അല്ല, ഇതിനൊരു മാക്സിമം ഇക്വിറ്റി പരിപാടി ഉണ്ടോ? അല്ല, എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുക? ഇല്ല. ഇത് അഗെയിൻ ഐ മീൻ സിൻസ് യു ഹോൾഡ് ദി ഹോൾഡിംഗ് കമ്പനി, മെജോറിറ്റി നിങ്ങളെ കയ്യിൽ തന്നെ ആയിരിക്കും. മേജർ ഇക്വിറ്റി ഡെഫിനറ്റ്ലി നിങ്ങളെ കയ്യിലായിരിക്കും. പിന്നെ അതിന്റെ ഇക്വേഷൻ ഇപ്പം 80-20 ആണോ, 90-10 ആണോ, അല്ലെങ്കിൽ 70-30 ആണോ, എന്തും ആവാം. ഈക്വലി ആവരുത് എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിൽ ആകെ പറയാൻ പോകുന്ന ഒരു കണ്ടീഷൻ. ഡെഫിനറ്റ്ലി ഹയർ സൈഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രമായിരിക്കും അതിൽ നിങ്ങൾ കാണുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അഗെയിൻ നിങ്ങളുടെ കയ്യിലായിരിക്കും. അത് കുറെ ഫാക്ടേഴ്സ് നോക്കണം. ഓക്കെ. അപ്പൊ ഇത് ബേസിക്കലി ഇപ്പൊ നമ്മൾ ഒരു കൊല്ലം ഒരാൾ നമ്മളെ കൂടെ നിന്ന് കേൾക്കും, അവർക്ക് നമ്മൾ ഒരു ഇക്വിറ്റി ഓഫർ ചെയ്തു. ആ ഇക്വിറ്റി ഈ വെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഈ വെസ്റ്റിംഗ് ചെയ്യണം. വെസ്റ്റിംഗ് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ആളുകൾ വരാം. ഇപ്പൊ ഇ-കോം ഹൗസിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് വന്ന് നിൽക്കുന്നത്.
ചിലപ്പം ആ 10 ആൾക്കാരെ നിങ്ങൾ എടുത്തിട്ട് അതിൽ ഒരാൾക്ക് ഏതെങ്കിലും ഏരിയയിൽ അവർ ആപ്റ്റ് അല്ല എങ്കിൽ മേ ബി നിങ്ങൾ പുതിയ ഒരാൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എഗ്രിമെന്റിൽ എഴുതണം. അത് നിങ്ങൾ മോഡലാണ്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അത് മാത്രമാവണമെന്നില്ല. അപ്പോൾ പുതിയൊരാൾ വരികയാണെന്ന സമയത്ത് എഗെയിൻ നിങ്ങൾക്ക് ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടാവും ഇനീഷ്യലി. കറക്റ്റ്. നിങ്ങൾ തമ്മിലുള്ള ഒരു സിങ്ക് ആവാനും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇത് എടുക്കാനും അത് 3 to 6 months മിനിമം എടുക്കും. കറക്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങളൊരു വെസ്റ്റിംഗ് പീരീഡ് വെക്കുക, ഒരു 1 year 2 year 3 year വെസ്റ്റിംഗ് പീരീഡ് വെക്കുക. ആ ടൈം കൊണ്ട് എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ ഒരു ഫോർ എക്സാമ്പിൾ 3 year ആണെന്ന് പറയാം വിചാരിക്കാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 3 year കൊണ്ട് ഇത് എവിടെ എത്തിക്കുക എന്നുള്ള സാധനം കൂടെ വെച്ചിട്ടുണ്ട്. അതിന്റെ മേ ബി ഒരു 6 month 1 year എന്ത് ചെയ്തു, ഷാൻ ബിൽഡ് ചെയ്തു. ബാക്കി 2 വർഷമാണ് അയാൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അയാൾ ആ ഷാൻ വിചാരിക്കുന്ന ഗോളുകളിലേക്ക് പ്ലാനിലേക്ക് അയാൾ അലൈൻഡ് ആയിട്ട് അത് ബിൽഡ് ചെയ്യാൻ അയാൾ കേപ്പബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് അയാൾക്ക് ബെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഗോളുകൾ സെറ്റ് ചെയ്യാന് അങ്ങനെയാണോ നിങ്ങളെ പോലെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ലേ, ഇത് ടെക്നിക്കലി ഞാൻ ഒരു 2 days ചെയ്യുന്ന പരിപാടിയാണ്. 2 days ടെക്നിക്കലി ഒരു വിഷൻ ആൻഡ് അതിൻ്റെ ഒരു ഹോൾ റോഡ് മാപ്പ് അലൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യാം. അതിൽ ഇതേപോലെ നിങ്ങളുടെ ഹോൾ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ സർവീസുകൾ എടുത്തിട്ട് അതിനെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഓക്കെ. ഇപ്പം ഞാൻ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇ-കോമേഴ്സ് എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിയുടെ ഒരു 3 year അതായത് ഒരു 12 quarter എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ Q2 ഓഫ് ദിസ് ഇയർ ആണല്ലേ, ഫിനാൻഷ്യൽ ഇയർ ആണല്ലേ, ഈ Q2 മുതൽ ഇപ്പൊ ഇത് 2026-27 നിങ്ങൾ ഇടയ്ക്ക് കരിക്കെടുത്ത് പിടിക്കണം. അത് തീർച്ചയായിട്ടും പിന്നെ അടുത്ത ഷോ സ്പോൺസർ ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. 26-27, 27-28, 28-29, 29 Q2 അല്ല 29-30 Q2ലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇ-കോം ഷോയുടെ ഫോർ എക്സാമ്പിൾ റവന്യൂ വൈസ് എവിടെ എത്തും? പക്ഷെ അതിപ്പോ എനിക്ക് അറിയില്ലല്ലോ. അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളെ പോലെ ഒരാളെ ഇതാക്കിയിട്ട് പിന്നെ ആ പ്രോസസ് ടേക്ക് ഹെൽപ്പ് അല്ലേ, എക്സാക്ട്ലി ടു സെറ്റ് ദിസ് തിങ്. അതെ, അതായത് അത് വെറും ആ ഒരു ഇത് റവന്യൂ സെറ്റ് ചെയ്യുന്ന മാത്രമാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സന്റെ വ്യൂവിൽ ഇതിന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. ശരി, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും ഇവിടെ എന്റെ മുമ്പിൽ വൾണറബിൾ ആവാണ്, നിങ്ങൾ ഓപ്പൺ ആവാണ്. കറക്റ്റ്. ഇതിനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞങ്ങൾക്ക് ഇൻസൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇ-കോം ഷോ എടുക്കാം. ഇ-കോം ഷോയിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒന്ന് നമുക്ക് മേ ബി എക്സാമ്പിൾ ആണ് എഴുതി കാണിക്കാം, ഞാൻ എഴുതാം, അതാണ് നന്നാവാം. ഞാന് ഇതെവിടെ ഉണ്ട് ഏകദേശം എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് സ്പേസ് ഉണ്ടാക്കണം. അല്ല അത് മൊത്തം ഒഴിവാക്കിയാലും പ്രശ്നമല്ല, ജസ്റ്റ് എനിക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു റവന്യൂ എടുക്കാം. അത് മൊത്തത്തിൽ നിങ്ങളൊന്ന് വായിച്ചാളി, എന്നാല് ഓഡിയൻസിന് മനസ്സിലാവില്ല. ഇതൊക്കെ ഡയറക്ട്ലി പോവട്ടോ. ഫുൾ റോ സാധനമാണ്. ഓക്കെ, ആ വെസ്റ്റിംഗ് ഒന്ന് പറഞ്ഞേക്കി, ഓഡിയൻസ് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാൾക്ക് ഇക്വിറ്റി കൊടുക്കണം. ഞാൻ ഒരു 100% ഇക്വിറ്റി ഒരു കമ്പനിയുടെ ഹോൾഡ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഇക്വിറ്റിയിൽ നിന്ന് ഒരു 10% എനിക്ക് ഷാനിന് കൊടുക്കണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ആദ്യം 2% ഷാൻ ഇന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 2 quarter കൊണ്ട് ഇത്ര റവന്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആദ്യത്തെ 2% വെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ മേ ബി ഒരു അടുത്ത 2% കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ മേ ബി ഒരു 3% അടുത്ത പ്രാവശ്യം കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 3% കൊടുക്കും. അങ്ങനെ മേ ബി 2, 3, 4 തവണയായിട്ട് എന്ത് ചെയ്യും, അത് ഇക്വിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അത് പിന്നെ ബേസിക്കലി വേണമെങ്കിൽ ടൈം പീരീഡ് വെച്ച് കൊടുക്കണോ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ വെച്ച് കൊടുക്കണോ? രണ്ടും ഉണ്ടാവും, കണക്ട് ഉണ്ടാവും. അതായത് ഇന്ന മൈൽ സ്റ്റോൺ ഇത്ര സമയം കൊണ്ട്, അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവുക. ഓക്കെ, വെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലി 4 years അല്ലേ വെസ്റ്റിംഗ് ഉണ്ടാവല്? അല്ല, അത് ഡിപ്പെൻസ് ആണ്. അതായത് എനിക്ക് 6 മാസം കൊണ്ട് വെസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇതിൽ കുറെ സാധനങ്ങൾ അങ്ങനെ ഒരു എന്താ പറയാ ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ബൈലോ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ റവന്യൂ എടുക്കാം. റവന്യൂ ഒരു ഫാക്ടറാണ്. ഇനി കസ്റ്റമറിന്റെ കൗണ്ട് ഇതൊരു ഫാക്ടറാണ്, എത്ര കസ്റ്റമേഴ്സ് എന്നുള്ള സാധനം. പിന്നെ എന്തായിരിക്കും ഈ ഏരിയാസ് നോക്കുകയാണെങ്കിൽ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും എടുക്കേണ്ടി വരിക? വേറെ എന്താ നിങ്ങളുടെ ഒരു ഐഡിയയിൽ? ഫോർ എക്സാമ്പിൾ എനിക്ക് വേറെ സാധനം തോന്നിയത്, ഇപ്പം നമുക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. അതെ, കമ്മ്യൂണിറ്റി സൈസ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ മേ ബി 60,000 ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫോളോയിങ് ഉള്ളത്.
അതിന്റെ സൈസ് ഒരു ഫാക്ടർ ആയിട്ട് എടുക്കാം. ഇനി മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ NPS ആണ്. NPS എന്ന് പറയുന്നത് നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന് പറയും. അതായത് NPSന് ബേസിക്കലി ഒരു ഫോർമുല ഉണ്ട്. പ്രൊമോട്ടേഴ്സ് ഉണ്ട്, പാസീവ് ഉണ്ട്, ഡിട്രാക്ടേഴ്സ് ഉണ്ട്. അതായത് 0 to 6 സ്കോർ തരുന്ന ആളുകൾ, നിങ്ങളൊരു സർവീസ് കൊടുത്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം അവർ നിങ്ങളുടെ ആ സർവീസിനെ പ്രൊഡക്റ്റിനെ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ബിറ്റ്വീൻ 0 and 6 ആണെങ്കിൽ അവരെ ഡിട്രാക്ടേഴ്സ് എന്ന് വിളിക്കും. 7 and 8 ആണെങ്കിൽ അവരെ പാസീവ് എന്ന് വിളിക്കും. അവർ ഓക്കെ ആണ്, പക്ഷെ അവരായിരിക്കും റെക്കമെൻഡ് ചെയ്യില്ല. 9 and 10 തരുന്ന ആളുകളെ നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കും. അവർ ബേസിക്കലി വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും. അവരാണ് ശരിക്കും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കി തരുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇതിന്റെ ഫോർമുല എപ്പോഴും ഡിട്രാക്ടേഴ്സ് മൈനസ് പ്രൊമോട്ടേഴ്സ് മൈനസ് ഡിട്രാക്ടേഴ്സ് ഡിവൈഡ് ബൈ 100 അതിന്റെ പെർസെന്റേജ്. അതാണ് NPS എടുക്കുക. അപ്പൊ NPS ഇത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാം. ഇനി ബൈ ദെൻ ഇതേപോലെ വേറൊരു ഇമ്പോർട്ടൻസ് ആയിരിക്കും ENPS. അതായത് ബൈ ദെൻ ഇതൊക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എംപ്ലോയീസ് ഉണ്ടാവും, റൈറ്റ്? ഈ എംപ്ലോയീസിന്റെ നെറ്റ് പ്രൊമോട്ടർ സ്കോർ അവരെത്രത്തോളം ഈ പ്ലാറ്റ്ഫോമിന്, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ 10 ആൾക്കാരാണ്, നിങ്ങൾ ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ തോളിൽ എത്താവുന്ന ആളുകളെ ഉള്ളൂ. ഇത് ഭയങ്കര സ്ട്രോങ് ടീമായിരിക്കും. പക്ഷെ ഇത് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന പോലും ഇല്ലാത്തൊരു സൈസിലേക്ക് ഇത് ഗ്രോ ചെയ്യും. കാരണം നിങ്ങൾക്ക് ഏകദേശം 10 വേർട്ടിക്കൽ ഉണ്ട്. ഓരോ വേർട്ടിക്കലും 10 ആൾക്കാർ വെച്ചാൽ 100 ആൾക്കാരായി. കറക്റ്റ്. അപ്പൊ ആ 100 ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവരും എല്ലാ ദിവസവും കാണാൻ പറ്റുമോ? ഇല്ല. പരിചയം നന്നായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടാവും? ഇല്ല. ഇതുപോലെ ഒരു സ്പേസിൽ വന്ന് ഇരിക്കാൻ പറ്റുമില്ല. അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് വേണം? അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഫാക്ടർ ആയിട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റും. അപ്പൊ അത് എവിടെ എത്തിക്കണം? കാരണം നമ്മൾ സംസാരിക്കുന്നത് 3 വർഷം കഴിയുമ്പോൾ എവിടെ എത്തുന്നില്ല. അപ്പൊ ENPS ഫോർ എക്സാമ്പിൾ അതൊരു സാധനമാണ്. അപ്പൊ ENPS പറഞ്ഞ സാധനം HR ആണ്, എംപ്ലോയീസ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ. ഓക്കെ. എംപ്ലോയീസ് ഈ കമ്പനീനെ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമോന്നാണോ? എംപ്ലോയി ഈ കമ്പനി വേറെ റെക്കമെൻഡ് ചെയ്യോ? ഓക്കെ. അതായത് എപ്പോഴും പറയുന്ന ഒരു സാധനം ഉണ്ട്, എംപ്ലോയീസ് ആർ യുവർ ഫസ്റ്റ് കസ്റ്റമേഴ്സ്. Okay, if you're not able to satisfy them, you cannot sell anything. കാരണം അവരാണ് അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്. കാരണം ഫൗണ്ടേഴ്സിന്റെ മൈൻഡ് സെറ്റിൽ എപ്പോഴും വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ 0 to 1 you sell the product. From 1 to 100 you sell the company. Your team members start selling the product. സെൽ ദ കമ്പനി In the ഉദ്ദേശിക്കുന്നത് sense, ഇപ്പൊ നിങ്ങള് ബ്രാൻഡിങ്, ഓക്കെ, കമ്പനിയുടെ ബ്രാൻഡിങ് പിന്നെ ഫൗണ്ടർ ലെഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ 0 to 1 നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യും. കാരണം വേറെ ആരുമില്ല, നിങ്ങളേ ഉള്ളൂ. നിങ്ങൾ വളരെ ചെറിയ. അപ്പൊ ഇത് സെല് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ടീമിനെ ക്രാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 1 to 10 നിങ്ങൾ ശരിക്കും 50-50 ആണ്. ഇതും ഉണ്ടാവും, പ്ലസ് നിങ്ങൾ ബ്രാൻഡിനെയും സെല് ചെയ്യും. അല്ല, അപ്പൊ ഈ 0 to 1, ഇപ്പൊ 0 to 1, 1 to 10 എല്ലാരും പറയലുണ്ട്. വാട്ട് ഈസ് 0 to 1? MVP ക്രാക്ക് ചെയ്യുന്നു, റവന്യൂ ഉണ്ടാക്കുന്നു. റവന്യൂ വെരി ബെയർ മിനിമം റവന്യൂ ഉണ്ടാക്കും. അത്ര ഞാൻ മനസ്സിലാക്കി. 1 to 10 നിങ്ങൾ ടീമായി സ്കെയിലബിൾ ആവുന്നു. ഓക്കെ, 10 to 100 സ്കെയിൽ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശരിക്കും സെല് ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരാൾക്ക് സെല് ചെയ്യില്ല, അല്ലെങ്കിൽ സർവീസ് എടുത്തിട്ട് ഡയറക്റ്റ് പോയി കൊടുക്കൂല. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ബ്രാൻഡിനെ സെല് ചെയ്യില്ല. അത് ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലാവാം, ചിലപ്പം ബാക്കിയുള്ള ബ്രാൻഡുകളുടെ ഇടയിലാവാം. നാളെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 രീതിയിൽ ഇതിനെ കൊണ്ടുപോകാം. ഓക്കെ, എല്ലാവരും പറയുന്നത് പോലെ ഒന്ന് ഇതിനെ IPO എത്തിക്കാം. അത് ഡിഫറെന്റ് ഗെയിമാണ്. അല്ലാത്ത ഒരു ഗെയിം എന്ന് പറയുന്നത് ഇതിനെ ഒരു വാല്യുവേഷൻ ഉണ്ടാക്കുന്നു. അതായത് ഇതൊരു അസറ്റ് ആക്കി മാറ്റുന്നു, ഇതൊരു സെല്ലബിൾ കമ്പനി ആക്കി മാറ്റുന്നു. അതിനെ എന്ത് ചെയ്യാം? ഒരാൾക്ക് സെല് ചെയ്യാം. കറക്റ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റുകൾ എടുത്ത് അങ്ങനെ അതിനെ ഒരു എന്താ പറയാ, ഒരു നോർമൽ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം, ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ കൊണ്ടുപോകാം. ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ്. അപ്പൊ അതില് ഞാൻ പറഞ്ഞു വന്നത് ഈ ഫൗണ്ടറുടെ ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ. അതായത് ഫൗണ്ടർ ആദ്യം അയാൾ തന്നെ പ്രൊഡക്റ്റ് വെക്കുന്നത്, പിന്നെ 1 to 10 ബിൽഡ് ചെയ്യുന്ന സമയത്ത് ടീമിനെ ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് അയാൾ പ്രൊഡക്റ്റ് സെല്ലിംഗിൽ ഹെൽപ്പ് ചെയ്യും, പക്ഷെ അയാൾ ബ്രാൻഡും സെല് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മളെ സ്റ്റേജ് ഏതായിരിക്കും നിങ്ങളെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോഴും ഒരു വെറും 1.2 crore ചെയ്യുന്ന വളരെ മിനിമത്തിൽ നിൽക്കുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് നിങ്ങൾ ഓപ്പൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ സ്റ്റേജിലാണ്. ഞാൻ ഇപ്പോഴും നിങ്ങൾ 1 to 10 ഒരു 1 to 2 ഒക്കെ എത്തിയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആയിട്ടാണ് ഞാൻ പറയാം. മനസ്സിലായി. ഓക്കെ. നിങ്ങൾ ബ്രാൻഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇക്കോൺസ് എന്ന് പറയുമ്പോൾ കുറെ ആളുകളുടെ ഒരു ട്രസ്റ്റും സംഭവം ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ കോസൊക്കെ സെല്ലാകുന്നത്
കണ്ടന്റ് വെച്ചിട്ടുള്ളൊരു ട്രസ്റ്റിന്റെ കേസിൽ തന്നെയാണ്. അപ്പോൾ ഈ 0 to 1 1 to 10 മണി റവന്യൂ ബേസ് മാത്രമാണോ പറയുക, അല്ലെങ്കിൽ ട്രസ്റ്റ് ബ്രാൻഡ് വേറെ എന്തെങ്കിലും? അല്ല, അതായത് ഇപ്പൊ എല്ലാ ആസ്പെക്റ്റും എടുക്കും. ഇപ്പൊ 0 to, അത് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളുടെ ടീം സൈസ് വേഴ്സസ് റവന്യൂ. ഇപ്പം 10 lakh 10 people, ഒരാളുടെ ആവറേജ് റവന്യൂ 1 lakh ആണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ROI വൈസ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതില് നിങ്ങളുടെ HR കോസ്റ്റ് മാത്രം മേ ബി 30 to 40% എങ്കിലും മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഓൺ ആൻ ആവറേജ്, റൈറ്റ്? അപ്പോൾ പ്ലസ് നിങ്ങൾ ബാക്കിയുള്ള പ്രൊഡക്ഷനും സാധനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ GP കഴിഞ്ഞിട്ട് നിങ്ങൾ GP ഏകദേശം ഒരു 20-30% മാക്സ് ടു മാക്സ് നിൽക്കുക. അതിൽ നിങ്ങൾ GST കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ റേഷ്യോ മാറണം. ഓക്കെ, അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 1 to 2 എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ഇത്രയും വേർട്ടിക്കൽസ് ഓപ്പൺ ചെയ്തു, 10 വേർട്ടിക്കൽസ് ഓപ്പൺ ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 കൂടി 10 into 10 ആണ്, നിങ്ങൾ 1 CR ചെയ്യും. മിനിമം ഒരു 12 കോടി ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് നിങ്ങൾ മാറും. റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഓക്കെ 12 കോടി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, അടുത്ത ഫേസിലേക്ക് പോവാം. അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്ത 10 ചാനൽസും മിനിമം ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന റവന്യൂ എത്തിക്കണം. ആവറേജ് 10 lakh per month ഈ 10 ചാനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 CR ആയി. നിങ്ങൾ 12 കോടി ചെയ്യുന്ന കമ്പനി. റൈറ്റ്? അപ്പൊ അതിന്ന് പിന്നെ നിങ്ങൾക്ക് അറിയാം, ഓക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓരോ ചാനലും എന്ത് ചെയ്യുന്നുണ്ട്, 1.2 crore ചെയ്യുന്നുണ്ട്, സീരിയസ് റവന്യൂ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായി, ഇനി ഇത് സ്കെയിൽ ചെയ്യാം, അപ്പൊ അതിൽ ചിലത് സ്കെയിൽ ചെയ്യാൻ പറ്റാത്ത എന്താവും, ഷട്ട് ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് വലിയ ഒരു ICU കയറ്റും. അല്ല ഇനി നിങ്ങൾക്ക് ഒരു എഫേർട്ടും ഇല്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഫ്രീ ആയിട്ട് ഒരു കോണ്ടന്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ കണ്ടന്റ് ആണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് യാതൊരു എഫേർട്ടും അതിൻ്റെ അകത്തില്ല, അതൊരു ക്യാഷ് കവേർഡ് അവിടെ വെക്കും, അത്രേ ഉള്ളൂ. ആ സാധനം പോകുന്നുണ്ടാവും. അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ അകത്തുള്ള ക്ലാരിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള മെട്രിക്സ് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇതിപ്പോ ഞാൻ 5 വളരെ സിമ്പിൾ ആയിട്ട് എടുത്താണ്, മനസ്സിലായി? ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊരു 3 വർഷം കൊണ്ട് എവിടെ എത്തിക്കും, എന്താണ് നിങ്ങൾക്ക് അതിൽ അച്ചീവ് ചെയ്യേണ്ടത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ റവന്യൂ, ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റവന്യൂ വൈസ് ഈ പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ 2 സാധനങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഇ-കോം ഷോ എന്ന് പറയുന്ന കമ്പനി, ഇതാണ് നിങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഈ ഹോൾഡിംഗ് കമ്പനീന്റെ അണ്ടറിൽ 10 സബ് ബ്രാൻഡ്സ് ഉണ്ട് ശരിക്കും. ഇപ്പൊ അതൊരു കമ്പനി ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ വിത്തിട്ട് മുളച്ചിട്ടേ ഉള്ളൂ. കറക്റ്റ്, അതൊരു മതി, ഇപ്പൊ ആക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ 10 സാധനം ഉണ്ട്. അപ്പോ ഈ 10 കൂടിയിട്ട് ഈ കമ്പനി എത്ര റവന്യൂ 3 years ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് കസ്റ്റമർ കൗണ്ട് നോക്കുകയാണെങ്കിൽ എത്ര, അപ്പോൾ ഈ കസ്റ്റമർ കൗണ്ട് എടുക്കണമെങ്കിൽ ഇനി വേറൊരു സാധനങ്ങൾ നോക്കേണ്ടത് സാധനമാണ് ARPU. ഒരു കസ്റ്റമർ എത്ര റവന്യൂ തരുന്നു, ആവറേജ് റവന്യൂ പെർ യൂസർ അല്ലെങ്കിൽ കസ്റ്റമർ, ARPC എന്ന് പറയാറുണ്ട്. ARPU. അപ്പോൾ ഈ ARPU നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാവും. റൈറ്റ്? സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 50,000 തരുന്ന ഇതുണ്ടാവും, നിങ്ങൾക്ക് 5,000 തരുന്നുണ്ടാവും. റൈറ്റ്? അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ട സാധനമാണ് CAC LTV. ഇതിൽ ഏത് ഗ്രോ ചെയ്യിപ്പിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അതായത് 5K ഫോക്കസ് ചെയ്യണോ 50,000 ഫോക്കസ് ചെയ്യണോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു CR ആണ് ടാർഗറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഒരു CRലേക്ക് 50,000 എത്രണ്ണം സെല് ചെയ്യണം, 5K എത്രണ്ണം സെല് ചെയ്യണം ഡിസൈഡ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് കസ്റ്റമർ അക്കൗണ്ട് കിട്ടുക, അല്ലേ? അപ്പൊ ഇത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്കെ, ഈ 5Kക്ക് ഞാൻ മേ ബി 3K ആയിരിക്കും എന്തുണ്ടാവുക, എൻ്റെ CAC ഉണ്ടാവുക, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ CAC എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിംഗിൽ അതുപോലെ സെയിൽസിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഓൾ ടുഗദർ എക്സ്പെൻസ് വേഴ്സസ് നിങ്ങളുടെ റവന്യൂ, അതാണ് നോക്കേണ്ടത്. ആ റവന്യൂ ഡിവൈഡ് ബൈ നിങ്ങൾ സ്പെൻഡ്, അതാണ് നോക്കേണ്ടാവുക. അതേപോലെ LTV ലൈഫ് ടൈം വാല്യൂ. ഒരു കസ്റ്റമർ ഓൺ ബോർഡ് ആയി കഴിഞ്ഞാൽ, അയാളെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എത്ര രൂപയുടെ മാക്സിമം റവന്യൂ നമുക്ക് സെൽ ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഇതിന്റെ കാക്ക് 3Kയും ഇതിന്റെ കാക്ക് 5Kയും ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ നമ്മൾ ഇതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെടീനെ വളർത്തണോ തളർത്തണോ എന്നുള്ളത് ഡിഫൈൻ ആയി വരും. പക്ഷെ ഈ ഡിസിഷൻ എപ്പോൾ എടുക്കരുത്? 0 to 1 എടുക്കരുത്. 1 to 10 വരെ റൺ ചെയ്തിട്ട് എടുക്കുക. 1 to 10 വരെ റൺ ചെയ്തിട്ട് എടുക്കുക. ആ റണ്ണിങ്ങിൽ മേ ബി നിങ്ങൾ 10 വരെ റീച്ച് ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ 1 to 10 റണ്ണിങ്ങിൽ മാത്രം ആ ഡിസിഷൻ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. നമ്മൾ 1 to 2 ആ സ്ഥാനത്തിലാണ് അവിടെയുള്ളത്. ഈ കുറച്ചും കൂടി ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾ കുറച്ചും കൂടി ഹസിൽ ചെയ്യണം. ആ ഹസിൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക വെദർ ഇത് വയബിൾ ആണോ, CAC LTV വയബിൾ ആണോ അല്ലയോ. കാരണം നിങ്ങൾ ആ LTV എടുക്കാൻ മാത്രം ടൈം അതിൽ സ്പെൻഡ് ചെയ്തില്ല. ഒരു മിനിമം ഒരു കസ്റ്റമറിനെ 1 year സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ എൻകാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തില്ല, നോക്കിയിട്ടില്ല. അപ്പൊ ആ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ 10 സാധനങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സാധനം, ഇമോഷണലി ചിലപ്പം പല സാധനങ്ങളും സോൾവ് ചെയ്യുമ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആവും. റൈറ്റ്? നമ്മളെ ഫേവറേറ്റ്സ് ഉണ്ടാവും. അതെ. അങ്ങനെ സാധനം ബിസിനസ്സിലില്ല. ആ സാധനങ്ങൾ എപ്പോൾ ചെയ്യുന്നു അന്ന് ആ പരിപാടി നിങ്ങൾ ബാക്ക് ഫയർ ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഒറ്റ സാധനം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാം. നിങ്ങൾ 10 സാധനം ഉണ്ട്, അതെ, ഒരിക്കലും നിങ്ങൾക്ക് ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ഇത് വയബിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിർത്തണം. ആ ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കേണ്ടത്. അത് ഒരിക്കലും എന്നെ പോലെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്നിട്ട് ഡിസിഷനായിട്ട് പറയാൻ പറ്റില്ല. അത് ശരിയല്ല. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ അകത്ത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഡിസിഷനിലേക്ക് എത്തുമല്ലോ. അറിയാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷാന്റെ കേസിൽ ഇകോം ഷോ എന്ന് പറയുന്ന ഈ പറയുന്ന പോഡ്കാസ്റ്റ് ഷാൻ വെറുതെ എടുത്ത് നോക്കുക, ഈ വർഷം ഇത്ര പോഡ്കാസ്റ്റ് ചെയ്തു, ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസ് ഇതാണ്, ഇതിന്റെ ടോട്ടൽ റവന്യൂ ഇതാണ്. അത് ഡയറക്റ്റ് റവന്യൂ ആവുന്ന നിർബന്ധമില്ല. ഓക്കെ. ഇപ്പം അത് പറയുമ്പോൾ എനിക്കൊരു സാധനം പറയാനുള്ള സാധനം എന്താ അറിയോ, എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം നേരത്തെ പറഞ്ഞ ഇത് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ശരിക്കും മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ആക്ടിവിറ്റിയാണ് ഇകോം ഷോ എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും നിങ്ങൾ CAC കുറക്കാനുള്ള നിങ്ങളുടെ മെക്കാനിസമാണ്. നിങ്ങൾ ശരിക്കും 0 CACലും ഓർഗാനിക്കലി ആണ് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാത്തിലേക്കും കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ എഫേർട്ടും ഇൻവെസ്റ്റ്മെന്റും ആണ് നിങ്ങളുടെ പോഡ്കാസ്റ്റ് ടോപ്പ് ഓഫ് ദ ഫണൽ. അപ്പൊ ആ ഫണലിൽ നിന്നാണ് ബാക്കി എല്ലാ സാധനവും വരുന്നത്. നിങ്ങളെല്ലാം ജനറേറ്റ് ചെയ്യുന്നതിനകത്താ. അത് നിങ്ങൾ ആദ്യം ഓഡിയൻസിനെ ബിൽഡ് ചെയ്തു. നിങ്ങളുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ നിങ്ങൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തു. അത് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്ത് അവിടെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ബിൽഡ് ചെയ്തു. അതും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് അതിലുള്ള എഫേർട്ട് പോലും എന്തല്ല നിങ്ങൾ CAC ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്നാലും അവിടെ ഒരു അക്വിസിഷൻ കോസ്റ്റ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഓർഗാനിക് ആണ്. ഓർഗാനിക് ആണ്. അതായത് നിങ്ങളിപ്പോഴും മെറ്റൽ ആഡ് ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, അവിടത്തേക്ക് ലീഡ് ജനറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു രീതിയിലുള്ള ഭീകരമായ ഫ്ലക്സ് വെച്ച് ബ്രാൻഡിങ് ചെയ്തിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഓർഗാനിക് ആയിട്ട് കണ്ടന്റ് ജനറേഷൻ ചെയ്യുന്നു. ഓക്കെ. ഇനി ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അവിടെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ 0 കോസ്റ്റ് അല്ലെങ്കിൽ ഈവൻ അതും പ്രോഫിറ്റബിൾ ആവും. അതെ, ടോപ്പ് ഓഫ് ദ ഫണൽ തന്നെ പ്രോഫിറ്റബിൾ ആവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് 0 CACൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ₹1 ഒരാളുടെ നിന്ന് കിട്ടിയാൽ അത് ഡയറക്റ്റ് റവന്യൂ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്കാണ് നിങ്ങൾ പുഷ് ചെയ്യുന്നതും പുഷ് ചെയ്ത് പോയിക്കൊണ്ടതും, വിച്ച് ഇസ് എ റിയലി ഗുഡ് പാത്ത്. ഓക്കെ. അപ്പൊ അതില് ഇപ്പം ഈ പറഞ്ഞ ഇകോംസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം മേ ബി കേരളത്തിൽ നല്ലൊരു മാർക്കറ്റിൽ വെൽ നോൺ ആണ്. ആ മാർക്കറ്റിൽ ഇറ്റ്സ് ഗുഡ്. വെൻ യു ഗോ ടു എ ന്യൂ മാർക്കറ്റ് യു റിയലി ഹാവ് ടു ബിൽഡ് അഗെയിൻ. കറക്റ്റ്. അത് 0 സ്ക്രാച്ചിൽ തുടങ്ങുന്നതിന് പകരം വേറെ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഈ മാർക്കറ്റിൽ യു ഓൾറെഡി ക്രാക്ട്. ഓക്കെ. അപ്പൊ ഇതിനെ ഇനി എൻകാഷ് ചെയ്യാൻ ഈ ഫണലിലേക്ക് എത്തുന്ന ആളുകളെ മാക്സിമൈസ് യൂട്ടിലൈസേഷനിൽ എങ്ങനെ പോവാം, അതിന് നിങ്ങൾ ഈ പറഞ്ഞ 10 സബ് ബ്രാൻഡ്സിൽ അല്ലെങ്കിൽ 10 വേർട്ടിക്കൽസിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ഓരോ സെഗ്മെന്റ് എടുത്തിട്ട് അതിന്റെ റവന്യൂ എത്ര, ഓക്കെ, അതിന്റെ കസ്റ്റമർ കൗണ്ട് എത്ര, ഓക്കെ, അതിന്റെ കമ്മ്യൂണിറ്റി സൈസ് എത്ര, വിച്ച് മീൻസ് ഇതിന് ഓരോ ഇപ്പം മേ ബി ഒരു സിംഗിൾ ഫണൽ നിങ്ങൾ പിന്നെ ചാനലൈസ് ചെയ്യും, കാറ്റഗറി വൈസ് ചാനലൈസ് ചെയ്യും. അതായത് ഇപ്പം മേ ബി നിങ്ങൾ ഇകോം ഹൗസിലേക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറാം. അവിടെ ഒരു 200, 300, 500 ആൾക്കാർ വന്ന് താമസിച്ചെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അവർ പരസ്പരം പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റി സൈസിലേക്ക് അത് പോവാം. ഓക്കെ. അപ്പൊ അത് ഡിഫൈൻ ആക്കി പിന്നെ നിങ്ങൾ ഈ പറയുന്ന എത്രയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊടുക്കുന്ന സർവീസിന് സാധനങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡൈസേഷൻ വരണം.
അപ്പോഴാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക. സേ ഫോർ എക്സാമ്പിൾ യൂഷ്വലി പറയാ 40% മുകളിൽ ഉണ്ടാവണം ടു സേ ഇറ്റ്സ് എ ഗുഡ് NPS എന്നുള്ള. ഓക്കെ, ഇനി 40% മുകളിൽ NPS ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ സ്ഥലത്തെയും സർവീസുകൾ ഡിഫൈൻ ചെയ്യണം. അത് അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. പണിയുണ്ട്, നല്ല പണിയുണ്ട്, നല്ല വൃത്തിക്ക് പണിയുണ്ട്. അതേപോലെ അതെ, അതേപോലെ ENPSന്റെ കേസിൽ നിങ്ങൾ ഇപ്പം പറയുന്ന 10 ആൾക്കാർ 10 ബ്രാൻഡ്സ് സബ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ 10 വേർട്ടിക്കൽസിലുള്ള. അപ്പൊ ഇത് ഇനി ഓരോ ആൾക്കാരും ഓരോന്ന് എടുത്തിട്ട് അവരുടെ ടീമിനെ ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് അവിടേക്ക് നിങ്ങൾ കൃത്യമായ ഒരു കൾച്ചറും ഒരു സിസ്റ്റവും ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ ഇത് കയ്യിലെത്തില്ല. കാരണം പിന്നെയുള്ള ഗെയിം എന്താ വെച്ചാൽ മറ്റേ സീസോ പോലെയാണ്. ഒരു സൈഡ് ചവിട്ടുമ്പോൾ മറ്റേ സൈഡ് പൊന്തും. ഇത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ, അത് നിങ്ങളുടെ മുമ്പിൽ 10 സ്ഥലത്താണ് ഈ സീസോ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആസ് എ ഹോൾഡിംഗ് കമ്പനി നിങ്ങൾ ഓരോ സ്ഥലത്തും കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരും. പിന്നെ ഇതിന് ഓപ്പറേഷനിൽ വേറെ രീതിയിലും ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഇതിനൊരു സെൻട്രലൈസ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ സാസ് നിങ്ങൾ പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ടെക് കമ്പനി ഉണ്ട്. മേ ബി ഇതിനൊക്കെ നിങ്ങൾ കുറെ സാധനങ്ങൾ ടെക്കിലേക്ക് മാറ്റുന്നുണ്ടാവും, ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു ടെക് കമ്പനിയാണ് റൺ ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, നിങ്ങളെ HR മാനേജ്മെന്റ് ഒരു കമ്പനിയാണ് റൺ ചെയ്യുന്നത് വിചാരിക്കാം. ഫിനാൻസ് ഒരു ടീമാണെന്ന് വിചാരിക്കാം. ഇതൊക്കെ 10നും കോമൺ ആയിട്ട് വെക്കാം ആസ് എ ഹോൾഡിംഗ് കമ്പനി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൊ ഈ 10 ഹോൾഡിംഗ് കമ്പനിക്ക് പേ ചെയ്യോ ഇതിന്? ആ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പൊ അത് റവന്യൂവിന്റെ ഒരു പെർസെന്റേജും ആവാം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സാധനം ഡിപ്പെൻഡിങ് ആയിട്ട് ഒരു പോക്കറ്റിന് എടുത്ത് മറ്റേ പോക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് യു ഹോൾഡ് മേജർ ഇക്വിറ്റി. മനസ്സിലായി, അങ്ങനെയാണ് നടക്കേണ്ടത്. ഇനി ഇത് ഡിഫൈൻ പറഞ്ഞപ്പോ തന്നെ എന്റെ ബ്രെയിൻ ക്ലിയർ ആവുന്നുണ്ട്. ഇതിങ്ങനെ നടത്താൻ കഴിയുള്ളൂ, അത്രേ ഉള്ളൂ. ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറയും. അതൊന്നും ഇപ്പൊ ഇങ്ങനെ കണ്ടെത്തുക. അതായത് നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് എനിക്ക് തോന്നിയ സാധനം എന്താ അറിയോ, നിങ്ങൾ ആദ്യം ടൈം ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ ബിസിനസിനെ കുറിച്ച് ആലോചിച്ചത്. ഞങ്ങളിപ്പോഴും ആ ടൈമിന് ഫുൾ എത്തിയിട്ടുണ്ടാവുന്നതാണ്. അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഏത് മൊമെന്റാണോ നിങ്ങളുടെ ഈ പറയുന്ന പോഡ്കാസ്റ്റും വാട്സപ്പ് ഗ്രൂപ്പും നിർത്തുന്നത് അന്ന് മുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. കാരണം നിങ്ങൾക്ക് അന്ന് മുതൽ കാക്കിന് കോസ്റ്റ് വരും. ഒറ്റയടിക്ക് മിനിമം 20% ഓഫ് യുവർ റവന്യൂ വിൽ ഗോ ഫോർ ദാറ്റ് മിനിമം. അന്ന് നിങ്ങൾ എപ്പോഴാണോ അത് സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത്, ആ സാധനം സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത് മുതൽ നിങ്ങളെ ബേണിംഗ് തുടങ്ങും. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമല്ലേ, ഇപ്പൊ ആസ് ഫൗണ്ടർ ഞാൻ അത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ട്. അതെന്ത് ചെയ്യും? ഇപ്പൊ പോഡ്കാസ്റ്റ് ആണ് നമ്മളെ മേജർ ഫണ്ടിൽ വെച്ച് കഴിഞ്ഞാല്, അതെ, അപ്പൊ അതെന്ത് ചെയ്യും? അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് മാറിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ ദ ഫേസ് ഓഫ് ദിസ് ബ്രാൻഡ്. അത് നിങ്ങൾക്ക് മാറിക്കുന്നതിൽ ഇപ്പോൾ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി സാസിൽ നിങ്ങൾക്ക് ഒരു കോഫൗണ്ടർ ഉണ്ട്. അതെ, സ്കൂളിൽ നിങ്ങൾക്ക് ഒരു കോഫൗണ്ടറോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഓരോന്നിലും നിങ്ങൾ ഇത് കണ്ടെത്തലാണ് ഇനി നിങ്ങളുടെ പണി. വേർ ലൈക്ക് ഐ സെഡ്, മിനിമം ഒരു റവന്യൂ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. കറക്റ്റ്. സീറോന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കോഫൗണ്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അഗൈനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ അവരെയും കൂടെ അതിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഓൾറെഡി എത്തി, ഒരു സ്ഥലം എത്തി. അതുകൊണ്ട് ഇനി അതിലേക്ക് കോഫൗണ്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഈ കോഫൗണ്ടേഴ്സിനോട് പറയാൻ പറ്റും, അതായത് ഇന്ന് എങ്ങനെയെങ്കിലും ഇതിനകത്ത് പുറത്താക്കി തരണം, മീൻസ് അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങൾ 2 കുട്ടികളുടെ ഫാദറാണ്. നിങ്ങൾക്ക് ഒരാളടുത്തും പോയിട്ട് ആ കുട്ടികളെ എൻ്റെ അടുത്ത് മാറ്റി തരണം എന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കെയർ ടേക്കേഴ്സിനെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിനിമം 51% നിങ്ങളുടെ കയ്യിലാണ്. ഇത് എന്തിനാണെന്നറിയോ, നാളെ ഈ 10 മിനിമം 5 സക്സസ് ആയി കഴിഞ്ഞാൽ ആ അസറ്റിന്റെ 51% will be yours. അതിനല്ലേ നിങ്ങൾ ഇത്രയും പ്രോബ്ലം സോൾവ് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്തത്. കറക്റ്റ്. പിന്നെ എന്തിനാണ് വൈ യു വാണ്ട് ടു ജസ്റ്റ് ഓർ യു ഹാവ് ടു സെൽ ഇറ്റ് നൗ? അങ്ങനെയാണ് ഓക്കെയാണ്. അല്ല, പക്ഷെ ഇപ്പോഴും പക്ഷേ സെല്ലബിൾ ആണല്ലോ ക്വസ്റ്റ്യൻ. സെല്ലബിൾ ആണല്ലോ ക്വസ്റ്റ്യൻ, കാരണം എന്നെ അടക്കം സെല് ചെയ്യണ്ടേ? വേണം, അതാണ് പ്രശ്നം. അപ്പൊ അതാരും അതെങ്ങനെ? അപ്പം ഫോർ എക്സാമ്പിൾ IPO പോവാം, യെസ്, അഗെയിൻ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം സ്റ്റിൽ ഷാൻ ഇസ്, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഷാനിന്, ഓക്കെ ഷാൻ വിൽ സ്റ്റിൽ ബി ദർ, പക്ഷെ ഷാൻ ആയിരിക്കരുത് മേജർ സാധനം ഡ്രൈവ് ചെയ്യുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുള്ളത് 1 to 10 ജേണിയിലല്ലേ. ഈ 10 ആകുമ്പോഴേക്ക് ഷാൻ അല്ല, ഏത് ബ്രാൻഡും എടുത്തോ,
ആ ബ്രാൻഡിന്റെ ഇനീഷ്യലി ഈ ഫൗണ്ടർ ലെഡ് ആയിട്ട് തന്നെയാണ് പോവുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ബിൽഡായി തന്നെ ആയിട്ടുണ്ട്. കറക്റ്റ്. ഓക്കെ, ആ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. പിന്നെ ഷാൻ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ഒന്നായി. ഇ കോംസോ ഈസ് ഈക്വൽ ടു ഷാൻ എന്നായിരിക്കില്ല. ഷാൻ ഇപ്പോൾ 10 സ്റ്റാർട്ടപ്പ് ഉണ്ട്, അതിലൊന്നാണ് ആ പോഡ്കാസ്റ്റ്. കറക്റ്റ്. അത് ഡിഫറെന്റ് ആയി, മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് ഷാൻ എന്ത് ചെയ്യാൻ പറ്റുക? ഞാൻ 10 കമ്പനിയുടെ ഫൗണ്ടറാണ്, എനിക്ക് എന്റെ 2 കമ്പനി വിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ വാങ്ങാം. ഇതില്ലേ പ്രാക്ടിക്കലി ഇപ്പോൾ ഷാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു മന്തിലി നമുക്കൊരു 20 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഇപ്പോൾ 4 പോഡ്കാസ്റ്റ്, 4 D2C, ഒരു 30% കണ്ടന്റ്, പകുതി ദിവസം കണ്ടന്റിൽ പോകും. അപ്പോൾ ബാക്കിയുള്ള പകുതി ദിവസം ബാക്കി കാര്യങ്ങൾക്കുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഈ ഗസ്റ്റുകളായിട്ടും നിങ്ങൾ ചില ഇവൻസുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൽ ശരിക്കും ഈ കണ്ടന്റിൻ്റെ ഈ പറഞ്ഞ എണ്ണം കുറച്ചാൽ നമുക്ക് കേക്ക് കൂടുമോ? അതാണ് ഇപ്പോൾ എഫക്റ്റഡ് ആവും. ഫോക്കസ് ചെയ്യും. അതായത് നിങ്ങൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ഇപ്പം എല്ലാം ആ സ്ട്രെച്ചിങ്ങിലാണ്. കോണ്ടന്റില് ഇത് കുറയ്ക്കുമ്പോൾ അല്ല കോണ്ടന്റില് ഫോക്കസ് കുറച്ച് കഴിഞ്ഞാൽ ക്യാക്കിന് എഫക്റ്റ് ചെയ്യുന്നതല്ലേ? പക്ഷെ അത് ആക്ച്വലി ഒരു ട്രേഡ് ഓഫ് ചെയ്യാൻ പറ്റില്ലേ? കോണ്ടന്റിൽ കുറച്ച് ക്യാക്ക് കൂടിയാലും അപ്പുറത്ത് സ്കെയിലബിൾ സാധനങ്ങൾ മോർ ബിൽഡ് ചെയ്യാനുള്ള ട്രേഡ് ഓഫ് അല്ലേ? ക്യാക്ക് സീറോ ആക്കാൻ ഒരിക്കലും പറ്റില്ല. ക്യാക്ക് ഇപ്പൊ ഉള്ളൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിലെ പ്രൊഡക്റ്റ് കണ്ടിട്ടല്ല ആളുകൾ വരുന്നത്. നിങ്ങൾ ഇതുവരെ പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ടില്ല. നിങ്ങൾ സെല് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയാണ്, ടു ദ പബ്ലിക്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്കൂള്, ഓക്കെ, സ്കൂള് നിങ്ങൾ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യാം? മേ ബി പോഡ്കാസ്റ്റിലും അല്ലെങ്കിൽ ഇതിലും സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ സ്കൂളിന് ഉപയോഗിക്കാത്ത രീതിയിൽ അല്ലാതെ ഓർഗാനിക്കലി അത് വളർന്നു കഴിഞ്ഞാൽ തട്ട. അതാണ് ഞാൻ പറഞ്ഞ 1 to 10 ബിൽഡിംഗ്. അത് 10 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ടൊക്കെ ആലോചിക്കാം. അതെ, അപ്പോൾ ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആവും പ്യുവർലി. ഇപ്പൊ ഇത് ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ഇതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഫണലിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. 18 വയസ്സാവണം അല്ലേ? തീർച്ചയായിട്ടും ആവണം. അപ്പൊ അത് ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് അതിന് സെപ്പറേറ്റഡ് ഫണൽ ഉണ്ടാവണം. അത് എപ്പോഴാണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പം മന്ത്ലി 100 കസ്റ്റമേഴ്സ് വെച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ 1200 കസ്റ്റമേഴ്സ് ആയി. ഈ 1200 കസ്റ്റമേഴ്സ് മേ ബി ഒരു 100 കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും? റെഫറൽ ആക്കി തരാൻ തുടങ്ങും. അവർ സ്പ്രെഡ് ചെയ്ത് തുടങ്ങും. പ്ലസ് നിങ്ങൾ ഇതിന് മാത്രമായിട്ട് കണ്ടന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്തായി? ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇതിന് ഈ ഫണലിന് ഡിപ്പെൻഡൻസി ഇല്ല, ഇതിന്റെ സബ് ഫണലായിട്ട് പോയി. ടെൻഡൻസി കുറയും. അതായിരിക്കും ആ പറയുന്ന 2 to 10 എന്ന് പറയുന്ന ജേർണിയിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതാവാം. അതായത് പറഞ്ഞത്, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിലേക്ക് സ്കൂൾ വന്ന്, ഓക്കെ, ഇനി സ്ലോലി നിന്റെ ഐഡന്റിറ്റി അവിടെ വരുന്നുണ്ടാവും ആസ് എ കോഫൗണ്ടർ. അപ്പൊ അത് വന്നിട്ട് അവിടെ ഈ പറഞ്ഞ കസ്റ്റമർ ബേസ് നിന്റെ ഇനീഷ്യൽ ടച്ചാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനീഷ്യൽ പുള്ള് കംപ്ലീറ്റ് ഇവിടുന്നാണ് ബിൽഡ് ചെയ്യുന്നത്. അത് ബിൽഡായി ആ സാധനം ഇൻഡിപെൻഡന്റ് ആവും. അതാണ് ഞാൻ പറഞ്ഞ, ഒരു ചെടി വളർന്നിട്ട് ഓക്കെ കാറ്റടിച്ചാൽ വീഴില്ല, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അത് വളർന്നോളും, കുറച്ച് വെള്ളം ഇട്ട് കൊടുത്താൽ മതി, വളർന്നോളും എന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ എന്തായി? പിന്നെ അത് ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങും. ഇതിപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ കോഫൗണ്ടറിനും അങ്ങനെ റവന്യൂ ഷെയർ മാത്രമാക്കാൻ പറ്റുമോ? ഇതല്ല പ്രശ്നം എന്താ അറിയോ? ഇതൊരു എന്താ പറയാ, ഒരു പാർട്ട്ണർഷിപ്പ് മോഡൽ അല്ലെങ്കിൽ റവന്യൂ ഷെയർ മോഡലിൽ വരുമ്പോ ഓണർഷിപ്പ് ഭയങ്കര ലോ ആയിരിക്കും. മനസ്സിലായി. കാരണം ഇതിന് എല്ലാത്തിനും ഗെയിം ഇല്ല, ഇത് അസ്കിൻ ഗെയിം ഇല്ല. they will have other things to do also. Exactly. അവര് ഒരു എംപ്ലോയി മൂഡിലുണ്ടാവുക. കിട്ടിയാലും പ്രശ്നമില്ല, കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അവരത് ബിൽഡിംഗ് മൂഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇ-കോം ഹൗസ് പോലത്തെ സാധനങ്ങൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അവിടെ നിങ്ങൾ നല്ല പിള്ളേരെ കൊണ്ടുവന്ന് US-ലൊക്കെ ഉള്ള കൾച്ചർ പോലെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അതിൽ നിന്ന് നിങ്ങൾക്ക് ആളുകളെ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റണം. മനസ്സിലായി. സെയിം ടൈം ഞാൻ ഈ പറഞ്ഞ സെൻട്രലൈസ് സിസ്റ്റം, മേ ബി ബ്രാൻഡിങ്ങും കൂടിയിട്ടുള്ള സെൻട്രലൈസ് സിസ്റ്റം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. പിന്നെ ഇവഞ്ച്വലി നിങ്ങൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഏകദേശം ഐ ഹാവ് എ ക്ലാരിറ്റി നൗ. ഇതാണ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ 3 years എന്നുള്ളൊരു ഗോള്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ആ ബ്രേക്ക് ഡൗൺ ജേർണിയിൽ എന്തൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ലൈക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അതായത് നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്തു, എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സാക്ട്ലി, അതിങ്ങോട്ട് വരണം. അപ്പൊ അതിലുള്ള പ്രോസസ്സുകൾ ചെയ്യാന്നുള്ളതാണ്. അല്ല, ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യുക? ഇപ്പൊ റവന്യൂ ആണല്ലോ ഒരു മേജർ ഗോള്. അതെ, അത് എന്ത് ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കണം ആ റവന്യൂ സെറ്റ് ചെയ്യുന്നത്?
അതിൽ ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സാധനം എടുക്കാം. ആ. ഏതെങ്കിലും ഒരു സാധനം പറയും. ഏതാ ഒരു സാധനം? കണ്ടന്റ് കണ്ടന്റ്. നമുക്ക് യൂട്യൂബ് ഇപ്പം മലയാളം ഓഡിയൻസിൽ നമുക്ക് എത്ര കണ്ടന്റിന് MR എത്രയാ? മന്ത്ലി റവന്യൂ എത്രയാ? ഒരു മൊത്തം കണ്ടന്റിന് ഒരു 1 ലക്ഷം റുപ്യ ഒരു 1 lakh ഉണ്ടെന്ന് വിചാരിക്കാം. 1 lakh ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി എത്ര ആവറേജ് കണ്ടന്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു മാസം? നിങ്ങൾ ഷോർട്ട് ഫോം കൂടിയാ ലോങ് ഫോം എന്നല്ലേ നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ? അല്ല, ലോങ് ഫോം എത്ര ലോങ് ഫോം? 5 ശരിയുണ്ട് 5 അല്ലേ ഒരു Average? 4 ലോങ് ഫോംസ് അല്ല, ഇപ്പൊ 8 ലോങ് ഫോംസ് ആയില്ലേ D2C സീരീസ് ഇല്ലേ? 8 വീഡിയോസ്. ആ അപ്പൊ എത്രയായി? 12,500. ഡിവൈഡഡ് ബൈ 1 lakh ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഉം. ഇനി ഉള്ള ചോദ്യം, നിങ്ങൾക്ക് ഈ 8 കൂട്ടാൻ പറ്റില്ല. ആവറേജ് ഗുഡ് പേസിലാണ് നിങ്ങൾ പോണത്. നിങ്ങൾക്ക് 8 നിങ്ങൾക്ക് എത്ര എത്തിക്കണം? ഇത് ഇപ്പം 12.5 അല്ലേ? ആ. അതിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ വാച്ച് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൗണ്ടാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്പർ ആക്കാൻ പറ്റുന്ന സാധനം. രണ്ടാമത്തേത് സ്പോൺസർഷിപ്പാണ്. ഈ 2 സാധനത്തിനെയും എവിടെയോ നിങ്ങൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റവന്യൂ ജമ്പ് ആവും. കറക്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കേണ്ടത് സബ്സ്ക്രൈബേഴ്സിന് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ 60K ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനെ എവിടത്തേക്ക് എത്തിക്കണം? സ്പോൺസർഷിപ്പ് മേ ബി അതിൻ്റെ ഒരു 50% ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഐ മീൻ ഇപ്പം നിങ്ങൾ 1 lakh തന്നെ ഇടാം. നമുക്ക് 1 lakh സ്പോൺസർഷിപ്പ് ഇപ്പം ഉണ്ട്. അതിനെ എവിടെ എത്തിക്കാം? ഇപ്പം നിങ്ങൾ 60K ഉള്ളത് മേ ബി സേ 300K ആക്കുകയാണ്. അപ്പോൾ സ്പോൺസർഷിപ്പ് ചിലപ്പം 5 lakh ആവും. എക്സാമ്പിൾ ഇൻറ്റു 5 ആവും. ഇനി 5 into 8 40 lakh ആയി. ഒറ്റടിക്ക്. അതായത് ഇത് നിങ്ങൾ മന്ത്ലി ആണ് പറഞ്ഞത്? അല്ലല്ല 5 അല്ല മന്ത്ലി. ഞാൻ സ്പോൺസർഷിപ്പ് ഫോർ 1 ആണ് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ എടുത്തോണ്ടാ. നിങ്ങൾ സ്പോൺസർഷിപ്പ് ഫോർ ഇതെടുക്കാന്ന് വിചാരിക്കുക, 12.5 എടുക്കാന്ന് വിചാരിക്കുക. എന്നിട്ട് അതിന് നിങ്ങൾ 1 lakh ആക്കാന്ന് വിചാരിക്കുക. ആക്കി കഴിഞ്ഞാൽ ബേസിക്കലി 8 lakh ആയി. ഓക്കെ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ എന്തായി? ഇത് നേരെ 8 lakhലേക്ക് പോകും. അല്ല സോറി, ഇത് നേരെ 8 lakhലേക്ക് പോകും. ഇത് റിമൈൻ സെയിം. ദിസ് വിൽ ഗോ ടു 1 lakh. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്താ? ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു വീഡിയോൻ്റെ മുകളിൽ 1 lakh ഉണ്ടാവണം. ഒരു മാസം 8 ലക്ഷം രൂപ ഉണ്ടാവണം. കറക്റ്റ്. ഒരു വർഷം 96 ലക്ഷം രൂപ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങളെ AR എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയാ? 12 ലക്ഷം. 12 lakh. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് 12 lakh 96 ലേക്കുള്ള ജമ്പാണ്. ഓക്കെ, ഇൻ 3 years എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ജമ്പിന് നിങ്ങൾ ഇതിൻ്റെ റവന്യൂ ജമ്പ് ക്ലിയർ ആയി. അപ്പോൾ അതിന് നിങ്ങൾക്ക് കസ്റ്റമർ നമ്മൾ പറഞ്ഞ് 60K to 300K. ഓക്കെ, അതിന് റീച്ച് എത്തണമെങ്കിൽ നിങ്ങൾ അക്യുമുലേറ്റഡ് വ്യൂ കൗണ്ടോ ടോട്ടൽ എത്ര വേണമെന്നുള്ളത് നിങ്ങൾ നോക്കുക. എത്ര ടച്ച് ചെയ്താലും ഞാനാണ് ശരിക്കും 300ലേക്ക് ടച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മെട്രിക് നോക്കുക, അത് ഡിഫൈൻ ചെയ്യാം. ഈ 96 lakh ആണല്ലോ നമ്പർ. അല്ല, നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് എത്ര എത്തിക്കണം എന്നുള്ളതാണ് ചോദ്യം. സേ ഫോർ എക്സാമ്പിൾ അതാ ഞാൻ പറയാം. എനിക്കിപ്പോൾ എന്തും പറയാലോ. ഇപ്പം കഴിഞ്ഞ 3 മാസം എടുക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസം എടുക്കുക. നിങ്ങളുടെ ഗ്രോത്ത് എന്താ? നിങ്ങൾ കഴിഞ്ഞ 6 മാസം എത്ര ഗ്രോത്ത്? ആ ഗ്രോത്തിൽ നിന്ന് എത്ര % ജമ്പ് നിങ്ങൾ ഉണ്ടാക്കും? പ്രോഗ്രഷൻ സേ ഫോർ എക്സാമ്പിൾ മിനിമം 10 പ്രീവിയസ് ഇത് നോക്കിയിട്ട് മുന്നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ നിങ്ങളൊരു പേസ് സെറ്റ് ആവുക. ആ പേസിനനുസരിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യുക. അതായത് അതിൽ എപ്പോഴും ശ്രദ്ധിക്കണേ ഇത്രേ ഉള്ളൂ, ക്വാർട്ടർ ടു ക്വാർട്ടർ മിനിമം 10 to 20% എങ്കിലും ഗ്രോത്ത് നിങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. എന്തിനാ അത് ഉണ്ടാക്കണേ? ക്വാർട്ടർ ടു നിങ്ങൾ വളരുന്നില്ല, നിങ്ങൾ സ്റ്റാഗ്നൻസിലല്ലേ. അതായത് കമ്പനീസിന് ഇങ്ങനെ പോവാം.
എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പം 0 to 1 ബിൽഡ് ചെയ്തില്ലേ, 1 എത്തുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പോകും. നിങ്ങൾ എന്ത് ചെയ്യും, ആ 1 ഒരു 2 വരെ ഏകദേശം ഇങ്ങനെ പോകും. എന്നിട്ട് പിന്നെ മെല്ലെ കയറിയിട്ട് 10-ലെത്തും. 10 to 12 ഒക്കെ ഇങ്ങനെ പോകും. പിന്നെ ഒറ്റടിക്ക് 100-ലേക്ക് പോകും. ഈ പീരീഡ് ശരിക്കും സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പീരീഡാ. സ്റ്റെബിലൈസ് ഇപ്പൊ നമ്മളൊരു പീരീഡ് അങ്ങനെയാന്ന് പറയാം. യെസ്. അതായത് നിങ്ങൾ ഗ്രോ ചെയ്തത് സ്റ്റെബിലൈസ് ചെയ്യണം. വെറും ഗ്രോത്ത് മാത്രമായി ആയിക്കഴിഞ്ഞാൽ വീഴുമ്പോൾ ഒറ്റ അടി കൊണ്ട് വീഴും. ഇത് വീഴുമ്പോൾ ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ടാവും, നിങ്ങൾ സ്റ്റെബിലിറ്റി ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനം, ഈ സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യുമ്പം ഇവിടുന്ന് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വേഗം മരിക്കാം. മരണം ഉറപ്പാണ് ഗ്രോ ചെയ്തില്ലെങ്കിൽ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വീഴാനുള്ള സ്പേസ് ഉണ്ടാക്കും ഈ സ്റ്റെബിലിറ്റി. അതായത് ബേസിക്കലി നിങ്ങൾ പറയും നമ്മൾ ഓൾറെഡി ഹാംസ്റ്റർ മീലിലാണ്. അതെല്ലാവരുമാണ്, അതിലൊരു സംശയമില്ല. നാച്ചുറലി എല്ലാവരുമാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഡിഫൈൻ ആയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ 12 ക്വാർട്ടർ. 12 ക്വാർട്ടറിൽ, അതായത് നിങ്ങൾ 12 ലക്ഷത്തിൽ 94 ലക്ഷത്തിലേക്ക് എത്തുന്ന റൂട്ട് മാപ്പ്, അതാണ് 12 ക്വാർട്ടർ പ്ലാൻ. അത് സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ക്വാർട്ടറിൽ ഇപ്പം ഈ ക്വാർട്ടറിൽ 12 ലക്ഷമാണ്, ചിലപ്പോൾ അടുത്ത ക്വാർട്ടറിൽ അത് 16 ലക്ഷം ആവും. അത് ചിലപ്പം അടുത്ത ക്വാർട്ടറിലേക്ക് എത്തുമ്പോഴേക്ക് അതിങ്ങനെ കൂടി ഈ 12 ലക്ഷം എന്ന് പറഞ്ഞത് ഇപ്പോൾ 1 ലക്ഷം ആണ് നിങ്ങളുടെ ഇത്. അപ്പോൾ ഒരു ക്വാർട്ടറിൽ 3 ലക്ഷം ആയിരിക്കും. Q1 3 ലക്ഷം, അടുത്ത ക്വാർട്ടർ എത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 5 ലക്ഷം ആക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്പേസിലേക്ക് അടുത്ത ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 10 ലക്ഷം ആക്കും. ആ ജമ്പ് ഇനി ഈ ക്വാർട്ടർ കഴിഞ്ഞ് ചിലപ്പോൾ ഇത് 20 ലക്ഷം ആക്കുന്ന വിചാരിക്കുക, 10 to 20. അവിടെ നിങ്ങൾ വലിയൊരു ആക്ഷൻ ചെയ്യേണ്ടി വരും ആ ഫേസിൽ. അതായത് നിങ്ങൾ 10 നേരെ ഡബിൾ ആക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ചിലപ്പം നിങ്ങളൊരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ എന്താണ് അത് ഡിഫൈൻ ചെയ്യണം. അല്ലെങ്കിൽ അത് വെറും ഓർഗാനിക്കലി ഇത്ര കൂടിയിട്ടേ പോവുള്ളൂ. അപ്പൊ പെട്ട് വെൽക്കം, താങ്ക് യു. ആ ജമ്പ് ഉണ്ടാവും. ജോലി ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം എത്രയാ, എന്താണ് നിങ്ങളുടെ ഒരു റവന്യൂ, ലൈഫിൽ എത്ര റവന്യൂ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള മേ ബി $1 million. $1 million ജോലിയിട്ടാണ് $1 million ഉണ്ടാക്കുക. അപ്പോൾ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചുള്ള എഫേർട്ടും അതിനനുസരിച്ചുള്ള റിസ്ക് ടേക്കിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹം നടക്കുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരുടെ കൂടെ കൂടിയാലും മതി, വാഴ നനയുമ്പോൾ ചീര നനഞ്ഞാൽ മതി. പക്ഷെ അവനെത്ര വേണം, അവന് 100 million വേണം, എന്നാൽ ആഗ്രഹം ഉണ്ടാവണം, അപ്പോഴേ നിങ്ങൾക്ക് ഒരു 1 million കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾ നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ പിന്നെ എന്റെ ടീമിന്റെ പണിയാണ് എന്റെ ആഗ്രഹം കൂട്ടാനുള്ളത്. നിങ്ങളെ പണി എന്താ അറിയോ, അവരാഗ്രഹം കൂടി കൂട്ടാനുള്ളത്. അവരാഗ്രഹം കൂടുമ്പോഴേ അവർ നിങ്ങളെ ആഗ്രഹം കൂട്ടുള്ളൂ. അതിൽ ബേസിക്കലി ഒരു തിയറി ഉണ്ട്. നമ്മളെ ഈ ഒരു ലീഡർഷിപ്പ് കൂടുതൽ സംസാരിക്കുന്ന ഒരാളുണ്ട്, അതായത് ലീഡർഷിപ്പ് ട്രെയിനറും ലീഡർഷിപ്പ് ഗുരു എന്നൊക്കെയാണ് അയാൾ അറിയപ്പെടുന്നത്. മൂപ്പയുടെ ഒരു തിയറി ഉണ്ട്, ലോ ഓഫ് ലിഡ് എന്ന് പറയും. ലോ ഓഫ് ലിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് നിങ്ങൾ ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ അണ്ടറിൽ കുറേ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആളുകൾ നാച്ചുറലി അവരൊക്കെ ഇവിടെയാണ്, അവരൊക്കെ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഗ്രോ ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നിങ്ങൾ ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർക്ക് ആകെ 2 ഓപ്ഷൻ ഉള്ളൂ. വന്നിട്ട് നിങ്ങൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹിറ്റ് ചെയ്യുമ്പം കുറേ പ്രാവശ്യം ഹിറ്റ് ചെയ്ത് നോക്കും. ഹിറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നിക്ക് നിങ്ങളുടെ അടുത്ത് മാറിപ്പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ മുകളിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഒരു 3 സാധനങ്ങൾ. ഒന്ന് OKR. നമ്മൾ ഇത് ഗോൾ സെറ്റ് ചെയ്തു കേട്ടോ. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ള OKR, പിന്നെ KPI. എന്താണിത് പറയാം. OKR ഉണ്ട്, KPI ഉണ്ട്. ഇത് 2 മേജർലി നമുക്ക് നോക്കാനുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സാധനത്തിലേക്ക് വരാം. അപ്പോൾ OKR എന്ന് പറയുന്നത് ബേസിക്കലി ഒബ്ജക്റ്റീവ്സ് ആൻഡ് കീ റിസൾട്ട് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് 12 ക്വാർട്ടേഴ്സ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞു, 3 വർഷം അല്ലേ. ഇനി ഈ ഓരോ ക്വാർട്ടറും Q1, Q2, Q3 ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാ റവന്യൂ എത്രയാണ്, കസ്റ്റമർ അക്കൗണ്ട് എത്രയാണ്, കമ്മ്യൂണിറ്റി സൈസ് എത്രയാണ്, NPS എത്രയാണ്, ENPS എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇനി ഈ ചെയ്ത സാധനം അച്ചീവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നമുക്കുള്ളത്.
അപ്പോൾ ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി, നോർമൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു മാർക്കറ്റിംഗ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, ഓക്കെ, പിന്നെ ഓപ്പറേഷൻസ് ഉണ്ടാവും, ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഫിനാൻസ് ഉണ്ടാവും, HR ഉണ്ടാവും, മോസ്റ്റ്ലി ടെക് ഉണ്ടാവും. ഇത്രയും മിനിമം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഈ പറയുന്ന ഗോളിലേക്ക്, ഈ പറയുന്ന സാധനങ്ങളിലേക്ക് മാർക്കറ്റിങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ ഡിഫൈൻഡ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ റവന്യൂ കൊണ്ടുവരണം, അല്ലെങ്കിൽ കസ്റ്റമർ കൗണ്ട് കൊണ്ടുവരണം, ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. സെയിൽസിനെ സംബന്ധിച്ച് റവന്യൂ ഒരു ടാർഗറ്റ് ആയിരിക്കും. ഓപ്പറേഷൻസിനെ സംബന്ധിച്ച് സേ ഫോർ എക്സാമ്പിൾ ഈ NPS എത്തിക്കൽ ടാർഗറ്റ് ആയിരിക്കും. ഫിനാൻസിനെ സംബന്ധിച്ച് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ റവന്യൂവിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് സേ 20% GP ഉണ്ടാക്കണം എന്നുള്ളതാണെന്ന് വിചാരിക്കാം. അതവിടെ അഗെയിൻ അവർക്കൊരു ഗോൾ ഉണ്ടാവും. ഇപ്പോൾ HR സംബന്ധിച്ച് ENPS ഇത്ര എത്തിക്കണം ടാർഗറ്റ് ഉണ്ടാവും. ടെക്കിനെ എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പോൾ കമ്പനി കുറേ കൂടി ഹ്യൂമൻ സെൻട്രിക് ആയിട്ടാണ് പോണത്, നമുക്കൊരു 70-30% ഓട്ടോമേഷൻ കൊണ്ടുവരണം, 70% ഓട്ടോമേഷനും 30% ഹ്യൂമനിലേക്ക് എത്തിക്കണം, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഡിഫൈൻഡ് ആണ്. ഈ ഗോളാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗോളായിട്ട് പിന്നെ മാറുന്നത്. അപ്പോൾ Q1 ഇവർക്ക് എല്ലാവർക്കും ആ ഗോളുണ്ട്, Q2 Q3 അങ്ങനെ Q12 വരെ ഉണ്ട്. ഓക്കെ, ഇനി ആ ഗോൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ശരിക്കും OKR. പക്ഷേ OKRൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ OKR ഈസ് കോൾഡ് ആസ് ഗ്രോത്ത് എൻജിൻ. ഓക്കെ, ഇന്റേണലി ഉള്ളൊരു ഗ്രോത്ത് എൻജിനാണ് OKR, അങ്ങനെ പറയാം. അപ്പോൾ ചിലപ്പം ഇതിൻ്റെ ഡയറക്റ്റ് സാധനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇൻഡയറക്ട്ലി ആയിട്ടുള്ള, ഇപ്പം ഓരോ ക്വാർട്ടറിനും തീം കൊണ്ടുവരാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു തീം എന്ന് പറയുന്നത് ഇപ്പം പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ Formula 1 കാറുകൾ 3 to 4 സെക്കൻഡ് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മൊത്തം ഫിക്സ് ചെയ്തിട്ട് പോകുന്ന സാധനം. ചിലപ്പോൾ അതാണ് തീം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റിംഗിൽ അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെ, സെയിൽസിൽ അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെ, ഓപ്പറേഷനിൽ അങ്ങനെ എന്തൊക്കെ, ഫിനാൻസിൽ എന്തൊക്കെ, HR എന്തൊക്കെ, ടെക്കിൽ എന്തൊക്കെയാണുള്ള ഡിഫൈൻ ചെയ്യും. അതെന്ത് ചെയ്യും? അതൊരു 3 ഒബ്ജക്റ്റീവും, അത് ഓരോ ഒബ്ജക്റ്റീവിനും 3 വീതം കീ റിസൾട്ടും. അപ്പം 3 കീ റിസൾട്ട് 3 വെച്ചിട്ട് 9 കീ റിസൾട്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയി. അതായത് ഒരു മാർക്കറ്റിംഗ് എടുക്കുക. ഇപ്പോൾ മാർക്കറ്റിങ്ങിന് ഇപ്പം നമ്മൾ ആ ഫിക്സിങ്ങിൻ്റെ മോഡലിലാണ് പോണതെങ്കിൽ മാർക്കറ്റിങ്ങിൽ ചിലപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ക്യാക്കുള്ളത് ക്യാക്കിന് നമുക്കൊരു 30% കുറക്കണം. ഇപ്പം ക്യാക്ക് കൂടുതലാണ്. ഓക്കെ, ക്യാക്ക് ഹെൽത്തി അല്ല, ക്യാക്ക് LTV റേഷ്യോ നോക്കുമ്പോൾ ഹെൽത്തി അല്ല, മിനിമം 1:5 പോലും ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? 30% കുറച്ച് കഴിഞ്ഞാൽ മിനിമം 1:5 എത്തുന്നുള്ളൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അതേപോലെ മേ ബി ഈ കമ്മ്യൂണിറ്റി സൈസിൽ ഇപ്പം ഉള്ള ആവറേജ് ഗ്രോത്ത് പെർസെൻറ്റേജ് 10% ആണ്. ചേൺ നോക്കാം, ചേൺ കൂടുതലാണ്. ഓക്കെ, ചേൺ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ 40% ചേണാണ്. ഓക്കെ, ഈ ചേണിന് നമുക്ക് ഇപ്പോൾ 40% ഉള്ളത്, ഇത് നമുക്ക് കുറച്ചിട്ട് 20% കൊണ്ടുവരണം ഈ ക്വാർട്ടർ. അതൊരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ അതിനെ കീ റിസൾട്ടായിട്ട് ചിലപ്പോൾ നമ്മൾ പറയേണ്ടാവുക എൻഗേജ്മെൻറ്റിൻ്റെ. അപ്പം ഓരോന്നും 3 ഒരു ഒബ്ജക്റ്റീവ്, ഇതൊരു ഒബ്ജക്റ്റീവാണ്. ഈ ഒബ്ജക്റ്റീവിന് 3 കീ റിസൾട്ട് ഉണ്ടാവും. ഇത് അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മെഷറബിൾ ആയിട്ടുള്ള 3 കീ റിസൾട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം സേ ഇതിൻ്റെ കേസ് എടുക്കുക. ഇപ്പം ഈ 40 20 ആക്കുക എന്നുള്ളതാണല്ലോ ഒബ്ജക്റ്റീവ്. ഓക്കെ, അതിൽ സേ ഫോർ എക്സാമ്പിൾ ചേർന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ കൗണ്ട് ഇപ്പം നാച്ചുറലി എല്ലാ വീക്കിലും ഓരോന്ന് വെച്ചിട്ട് 4 എണ്ണമാണ് ചെയ്യുന്നത്, ഇതിന് 8 എണ്ണം ആക്കുന്നു. ഓക്കെ, ഇനി അവിടെ മേ ബി സേ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു മീറ്റപ്പിൻ്റെ എണ്ണം, ഓഫ്ലൈൻ മീറ്റപ്പിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ചേർന്ന് കുറയും, കാരണം അവർ കുറച്ചും കൂടി കണക്റ്റഡ് ആവും. അപ്പോൾ ഓഫ്ലൈൻ മീറ്റപ്പ് നമ്മളിപ്പം സേ ക്വാർട്ടറിൽ ഒന്ന് ചെയ്യുന്നത് മന്ത്ലി 1 മാറ്റുന്നു. അപ്പോൾ 3 എണ്ണം ഒരു ക്വാർട്ടറിൽ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ. അപ്പോൾ പിന്നെ വേറെ ഒരു സാധനം, അങ്ങനെ 3 സാധനം ഉണ്ടാവും ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ 3 എണ്ണം അങ്ങനെ 9 കീ റിസൾട്ട് ഉണ്ടാവും. ഇതൊരു ഒബ്ജക്റ്റീവാണ്, വേറെ ഒന്നും കൂടി ഉണ്ടാവും. അങ്ങനെ 3 ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഈ സാധനം വരുന്നു. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി പിന്നെ ഈ പറയുന്ന ഗോള് അച്ചീവ് ചെയ്യുന്ന ഒരു മെക്കാനിസം എൻജിനായിട്ട് ഇങ്ങനെ റൺ ചെയ്യും.
എല്ലാ ക്വാർട്ടറും അത് റിവ്യൂ ചെയ്യും, അടുത്ത ക്വാർട്ടറിലേക്ക് ഒരു തീം കൊണ്ടുവരും, അതിനനുസരിച്ച് അതിനെ അലൈൻ ചെയ്യിപ്പിക്കും. അത് ചെയ്ത് കണ്ടിന്യൂസ്ലി അത് ഇന്റേണൽ മെക്കാനിസം ആവും. അപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഇത് മേജർലി ലീഡേഴ്സാണ് ഇൻവോൾവ് ചെയ്യുക. പക്ഷേ ലീഡേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടീമും കൂടെ അതിന് അലൈൻഡ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും പിന്നെ ഒറ്റ സിംഗിൾ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങും. ഇനി ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് KPI. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗോൾ വെച്ചു, ഗോളിന് ഒബ്ജക്റ്റീവ് വെച്ച് അച്ചീവ് ചെയ്യാനുള്ള അത് ബ്രേക്ക് ഡൗൺ ചെയ്തു, ആ ബ്രേക്ക് ഡൗൺ ചെയ്ത ഗോളിന് ഒബ്ജക്റ്റീവ് വെച്ചു, കീ റിസൾട്ട് വെച്ചു. ഇനി ഇത് അവർ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങി. എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പോക്ക് റൈറ്റ് ആണോ റോങ് ആണോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ പറ്റണം. അതിനാണ് ബേസിക്കലി KPI വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് പ്രോസസ്സ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ചേൺ കുറക്കുന്നതാണ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ചേൺ കുറക്കുക എന്നുള്ളത് അവിടെ ഒരു കീ റിസൾട്ടായി. കറക്റ്റ് അല്ലേ? ഇനി ചേൺ കുറക്കുന്നതിൽ നമ്മൾ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ അതിൽ പറയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ ചേണിൻ്റെ എൻഗേജ്മെന്റ് റേഷ്യോ ഒരു ഡാറ്റ മെട്രിക് ആയി. എൻഗേജ്മെന്റ് റേഷ്യോ അല്ലെങ്കിൽ അവർ ഓഫ്ലൈൻ ഇവന്റുകളെ റേറ്റ് ചെയ്യുന്ന റേറ്റിംഗ് ഒരു ഡാറ്റയായി. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എന്ത് ചെയ്യുക, മൊത്തം ഇത് മാത്രമാണെന്നില്ല, ഇതും അല്ലാതെയുള്ള ജനറലി പോകുന്ന പ്രോസസ്സുകളെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഡാറ്റ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ചേൺ റേറ്റ് എന്ന് പറയുന്ന സാധനം അത് ശരിക്കും ഒരു KPI ആണ്. ഓക്കെ, ഈ CAC ഞാൻ നേരത്തെ പറഞ്ഞ CAC ഒരു സാധനമാണ്, CAC LTV റേഷ്യോ ഒരു സാധനമാണ്. പിന്നെ മന്ത്ലി റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, മന്ത് ടു മന്ത് എത്ര ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങൾ ഒരാൾ ഇതിലേക്ക് വന്നു, ഇതിലേക്ക് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഇതിലേക്ക് വന്നു, കസ്റ്റമർ നിങ്ങൾ ഒരു ടോട്ടൽ എക്കോസിസ്റ്റത്തിലേക്ക് എൻ്റർ ആയി. ഓക്കെ, അവിടുന്ന് എത്ര സമയം കൊണ്ടാണ് അയാൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുന്നത്, സെയിൽ സൈക്കിൾ ലെങ്ത് എന്ന് പറയാം. അതൊരു KPI ആണ്. അതൊരു KPI ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ആക്ച്വലി ഇല്ലാത്തത് OKR പരിപാടിയാണ്. ഈ KPI പരിപാടി നമ്മൾ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എല്ലാ സെഗ്മെന്റിലും, ഈ പറഞ്ഞ മാർക്കറ്റിംഗിൽ, സെയിൽസിൽ, ഓപ്പറേഷൻസിൽ, ഫിനാൻസിൽ, HR, ടെക്കിൽ എല്ലാ സ്ഥലത്തും ആ KPIs ഡിഫൈൻ ആണ്. ഇന്റർവെല്ലിന്റെ കേസിൽ ഇന്റർവെല്ലൊക്കെ ചെയ്യുന്ന സമയത്ത് 600+ KPIs നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒരാൾക്ക് അത്രയും KPI ഉണ്ടാവില്ല, ഒരാൾക്കല്ല, കമ്പനിക്ക് ഹോൾ കമ്പനി. ഇപ്പൊ റീസെന്റ് ഓപ്പറേഷൻസ് ഓഫീസർ എന്ന് പറയുന്നത്. റീസെന്റ് ഞാൻ ഒരു കമ്പനിക്ക് 320+ വന്നിപ്പോ റീസെന്റ് ചെയ്തേയുള്ളൂ KPI. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ആൾക്കാർ ഫോളോ ചെയ്യുന്നതിൽ വേറെ പണിയാണ്. ഈ വീക്ക് ബേസിസിലാണോ? അല്ല, മന്ത് ഓൺ മന്ത് എടുക്കുക. മന്ത് ഓൺ മന്ത് ആണ്. ചിലത് ക്വാർട്ടർലി എടുക്കാൻ പറ്റുള്ളൂ, ചിലത് ആനുവലി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് ശരിക്കും വേറെ കാര്യമുള്ളത് NPS, ENPS പോലത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഇത് യൂഷ്വലി ഇതിന്റെ അകത്ത് ഉള്ള ടീമുകൾ തന്നെ എടുക്കുമ്പോൾ ഞാനൊരു സർവീസ് നിങ്ങൾക്ക് വന്നിട്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് NPS ചോദിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, കാരണം ഞാൻ സർവീസ് വന്നിട്ട് ഞാൻ തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ പലപ്പോഴും അതൊരു എക്സ്റ്റേണൽ ഏജൻസി പോലെ, അല്ലെങ്കിൽ ഒന്നുകിൽ ഏജൻസിയെ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനകത്ത് തന്നെ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസൊക്കെ പോലെ ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് ഫൗണ്ടേഴ്സ് ഓഫീസിനെ വെച്ച് ചെയ്യാം. ഞാൻ പല സ്ഥലങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MEL, മോണിറ്ററിംഗ്, ഇവാലുവേഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയും. ബേസിക്കലി അവർ ചെയ്യുന്ന ഒരു പ്രോസസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഈ ഹോൾ KPIന്റെ റെസ്പോൺസിബിലിറ്റി. സോ അവർ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ ഈ MEL എന്ന് പറഞ്ഞ ടീം എല്ലാ ക്വാർട്ടറിലും ഏകദേശം 2000 കസ്റ്റമറോട് സംസാരിക്കും, ഡയറക്റ്റ് കോൾ സംസാരിക്കും. They take all the feedbacks, they measure the NPS, they talk to all the employees, measure the NPS, and based on that എന്ത് ചേഞ്ച് വരുത്തണം എന്നുള്ള ആക്ഷൻസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കും. അത് ഒരു സൈസ് കഴിയുമ്പോഴേ ആവശ്യമുള്ളൂ, ചെറിയൊരു സൈസിൽ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഗ്രോ ചെയ്യുമ്പോൾ മനസ്സിലായി. അപ്പോ ഇതാണ് അതിന്റെ ഒരു അല്ല മനസ്സിലായി സംഭവം. ഇതുണ്ടെങ്കിലേ നമുക്ക് ഇനി അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഇതിനെതിരാ. അല്ല, ലീൻ ടീമായിട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ 10 ആൾക്കാർ ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ റേഷ്യോ ആണ്. അതായത് ഇപ്പം നിങ്ങൾ 10 lakh 10 പേര്,
1 lakh per person ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവറേജ് റവന്യൂ. ഓക്കെ, ഇനി നിങ്ങൾ അതും 10 കമ്പനിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ വൈ യു നീഡ് 10 കമ്പനീസ്? അത്രയും ചീപ്പാവണ്ടല്ലോ ആർട്ടിസ്റ്റ് ബേബിക്ക്. യു ഡോണ്ട് നീഡ് 10 കമ്പനീസ് ടു മേക്ക് 10 lakh. കറക്റ്റ്. ഒബ്വിയസ്ലി യെസ്, അതും പോസിബിൾ ആണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിത്ത് വാരി വലിച്ചിട്ട് എല്ലാം മുളച്ച് ഇനി ഇതിൽ ഏതിനൊക്കെ വെള്ളം ഒഴിക്കണം നിങ്ങൾ തീരുമാനിക്കണം. ചിലപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് വളരും ഒരു സൈസ് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ചിലത് വാടാൻ തുടങ്ങും, ചിലത് വളരും മരാവും. അതുവരെല്ലാം ചെടികൾ മാത്രമാണ്. അപ്പം അതിൽ നിങ്ങൾ പിക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു പരിധി ചിലപ്പം യു ആസ് എ ഫൗണ്ടർ നിങ്ങൾക്ക് എല്ലാം ഭയങ്കര വളർത്തുന്ന ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇഫ് യു ഡോണ്ട് ഫൈൻഡ് ഗുഡ് പീപ്പിൾ ടു ഹോൾഡ് ഇറ്റ്, ഡസൻ മേക്ക് ഈവൻ നല്ല റവന്യൂ മേക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും ഡസൻ മേക്ക് സെൻസ് ടു കീപ് ഇറ്റ്. അത് നല്ല മാങ്ങ ഉണ്ടാവുന്ന മാവാണെങ്കിലും പെരേന്റെ മുകളാണെങ്കിൽ വെട്ടുക, അത്രേ ഉള്ളൂ. മൊത്തം പോയി. അപ്പൊ ഇനി ഒരു കാര്യം പറയാം, മൊത്തം കൺഫ്യൂസ്ഡ് ആയില്ലേ? താങ്ക് യു. ഇതാണ് എന്റെ ഉദ്ദേശം. ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും ഇപ്പോൾ ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്, മെറ്റാക്സ്, ഗൂഗിൾ ആഡ്സ്, SEO അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് കണ്ടാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആവും. അല്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണ്ടാൽ കോംപ്ലിക്കേറ്റഡ് ആവില്ല. ഡിപ്പാർട്ട്മെന്റ് ക്യാഷ് ഉണ്ടാക്കൂല, റവന്യൂ ജനറേറ്റ് ചെയ്യില്ല. ഡിപ്പാർട്ട്മെന്റില് സ്റ്റേക്ക് കൊടുക്കൂലല്ലോ. ഇനി നിങ്ങൾ ഇത് പ്രൊഡക്റ്റ് ആയിട്ട് കാണാം, ഇത് നിങ്ങളുടെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകളായിട്ട് ഇതിനെ കാണാം. ഒബ്വിയസ്ലി നിങ്ങൾ 1 to 10 അത് തന്നെയാണ് ചെയ്യാൻ പോണേ. ചിലത് ഈ 10 എന്ന് പറയുമ്പോഴേ ആ വലിയ സൈസിന് പകരം ചിലത് ആക്ച്വലി ആ ടോപ്പ് ഓഫ് ദ ഫണലാണ്. ലൈക്ക് ഇവന്റ്, കോണ്ടന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, ഇതൊക്കെ ഹോൾഡിംഗ് കമ്പനി ബിൽഡ് ചെയ്ത ടോപ്പ് ഓഫ് ദ ഫണലാണ്. ദ അതർ 5-6 ആയിരിക്കും കമ്പനീസ്, അല്ലെങ്കിൽ 4-5 ആയിരിക്കും. അപ്പൊ നമ്മൾ 10 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബിഗർ ആണ്. ആക്ച്വലി അത് ഹോൾഡിംഗ് കമ്പനിന്റെ ഒരു വലിയ ടോപ്പ് ഓഫ് ദ ഫണ്ടിൽ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചത്. അതാണ് അതിലെ 2-3-4. അതായത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയില്ല നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന്റെ വലിപ്പം. അതാണ് റിയാലിറ്റി. ആനക്കാരന്റെ ഹെൽപ്പ് അറിയില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ ഇത് ജനറലി ഒരു റണ്ണിങ് മെക്കാനിസം പറഞ്ഞത് മാത്രം. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഈ കമ്പനീനെ സ്ട്രക്ചറൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള മെക്കാനിസം ആണ്. ഇപ്പം എല്ലാം ഫൗണ്ടർ ലെഡ് ആയിട്ടും അപ്പം ഫൗണ്ടർ ലെഡ് ഓടുമ്പം അതിന്റെ സൈഡിൽ കൂടെ ബാക്കി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ മോഡൽ. അത് റാറ്റ് റേസ് ആണ്. ആ റാറ്റ് റേസിന് ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ റാബിറ്റ് ഹോൾ സാധനമാവും. റാബിറ്റ് ഹോൾ തിങ്കിങ് എന്ന് പറയുന്ന മോഡലിലേക്ക് മാറും. റാബിറ്റ് ഹോൾ തിങ്കിങ് എന്ന് പറയുമ്പോൾ തുടങ്ങിയൊക്കെ തന്നെ തിരിച്ചെത്തും. റാബിറ്റ് ഹോൾ എന്ന് പറയാൻ കാരണം എന്താ? റാബിറ്റ് ഹോൾ തിങ്കിങ് എന്നാണ് ഈ പറയുക. അതായത് നമ്മളൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി തിരിച്ച് ലാസ്റ്റ് തിരിച്ച് അവിടെ തന്നെ എത്തും. ഓക്കെ. നമ്മൾ കുറെ ട്രാവൽ ചെയ്യും, പക്ഷെ തിരിച്ച് അവിടെ തന്നെ എത്തും. മൂവ് ആവില്ല, ഡിസ്റ്റൻസ് ഇങ്ങനെ കവർ ചെയ്യും, പ്രോഗ്രഷൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വഴിയിലും കൂടെ ഓടും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതിൽ നിങ്ങളിപ്പം നല്ല സ്റ്റെപ്പിലുള്ള, അതായത് ഫസ്റ്റ് ഒരു സാധനം അവരെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് റൈറ്റ് സ്റ്റെപ്പാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം ഏൽപ്പിക്കണം. ആളുകളെ കണ്ടെത്തുന്നുള്ള പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നിട്ട് അത് ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? യെസ്, തീർച്ചയായിട്ടും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മളെടുത്ത് വി ഡോണ്ട് ഹാവ് ഇനഫ് റവന്യൂ, എല്ലാവർക്കും അവർ ഡിസേർവ് ചെയ്യുന്ന പൈസ കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ മേ ബി നോട്ട്. അപ്പോൾ അവരിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫണ്ടിങ് എടുക്കുകയാണ്, അപ്പോൾ ഫണ്ടിങ് എടുക്കണം, എന്നാലേ അടുത്ത ലെവലിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായിരിക്കും ഞാൻ അത് ഫോർ വാട്ട്? ക്വസ്റ്റ്യൻ ഈസ് വൈ യു വാണ്ട് ഫണ്ടിങ്? ഫണ്ടിങ് എടുക്കുക ആർക്കും എടുക്കുക. അതിപ്പോൾ ആരുടെ കയ്യിലുള്ള ഫണ്ട്, എനിക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട്. കറക്റ്റ്. വൈ യു വാണ്ട് ദ ഫണ്ട്? അത് ക്ലിയർ ആണെങ്കിൽ അതിന് വിടുക. എക്സാക്ട്ലി. സേ ഫോർ എക്സാമ്പിൾ ഇവരൊക്കെ ഇപ്പം 1 lakh ആണ് അവരുടെ റവന്യൂ വരുന്നത്. അവരുടെ കേസിലും 1 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവർക്ക് ഇത് 50 lakh ആക്കണം മന്ത്ലി റവന്യൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ടോപ്പ് ഓഫ് ദ ഫണലിൽ മാത്രം ഉള്ള മാക്സിമം പൊട്ടൻഷ്യൽ, നേരത്തെ പറഞ്ഞ ടാം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കറക്റ്റ്. വേർ ദേ ഹാവ് ടു ഗോ ബിയോണ്ട്. അതെ. ഓക്കെ, അങ്ങനെ ബിയോണ്ട് പോകുന്ന സമയത്ത് മേ ബി അവരൊരു 20 lakh എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. വിച്ച് യു കോണ്ട്. മന്ത്ലി റവന്യൂ 10 lakh. കറക്റ്റ്. റൈറ്റ്. സോ നൗ ഈ 20 lakh അവർ റേസ് ചെയ്യുന്നു. അവർ സ്പെൻഡ് ചെയ്തിട്ട് അവർ ഫസ്റ്റ് മന്ത് 50 lakh അടിക്കുന്നു. ഓക്കെ, കാരണം
ഇതിന്റെ ROI നോക്കുകയാണെങ്കിൽ ഏകദേശം 1:2 ഉള്ളൂ. 1:2 പോയിന്റ് സംതിങ് വരും. പക്ഷെ അതുകൊണ്ട് ഉള്ള ഇമ്പാക്റ്റിൽ അടുത്ത മാസം അവർ മേ ബി 45, അടുത്ത മാസം അവർ അഗെയിൻ 50, ഈ കൺസിസ്റ്റൻസിയിലേക്ക് അവർക്ക് എത്തുകയാണെങ്കിൽ വൈ നോട്ട്? ലെൻസിൽ ഒരു സാധനം എന്താ വെച്ചാല് ബേസിക് വാല്യൂ സിസ്റ്റം അലൈൻമെന്റ് വേണ്ടി വരും. ഇത് നിങ്ങളെ കോർ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂ സിസ്റ്റംസ് നിങ്ങൾ പാർട്ട്ണർ ചെയ്യുന്ന ആള് അലൈൻഡ് ആയിരിക്കണം. ദെൻ ഓൺലി ആ പാർട്ട്ണർഷിപ്പ് വർക്ക്സ്. അതായത് നിങ്ങൾ 10 കല്യാണം കഴിക്കണം ഈ 10 കമ്പനി കൊണ്ടുപോകണമെങ്കിൽ. അത് നിർബന്ധ ചോദിച്ചോക്കട്ടെ, വീട്ടിൽ ചോദിച്ചോ. തീർച്ചയായിട്ടും ചോദിക്കുക. അത് ലിറ്ററലി നിങ്ങൾ അങ്ങനെ ആയിരിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടാവും. ഓക്കെ, ആ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ട് ഉള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകും. അത് ഈവൻ പോസ്റ്റ് പാർട്ട് അടക്കമുള്ള ഫേസിൽ എങ്ങനെയാണോ കടന്നു പോകുക അതേപോലെ നിങ്ങൾ ഇതിലൂടെ കടന്നു പോകും. എന്നിട്ട് ഇത് സെറ്റിൽ ഡൗൺ ചെയ്യുള്ളൂ. മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇ-കോം ഹൗസിലേക്ക് ആളുകൾ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ലിറ്ററലി നമ്മളിപ്പോൾ പറഞ്ഞ ലാംഗ്വേജിൽ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ അതൊരു ഡേറ്റിംഗ് ആണ്. 6 months to 1 year you are dating with somebody to understand whether I can marry them for this business. ഓക്കെ, അതാണ്. അത് പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.